ഇല്ല. ഓക്കെ. ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ചൊവ്വാഴ്ച ദിവസം നമ്മൾ കഥയുടെ ദിവസമാണ്. ഇന്നത്തെ കഥയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ വർഷത്തെ വളരെ ഭംഗിയുള്ള ഒരു കഥയിലേക്ക് നമുക്ക് പോകാം. തീർച്ചയായിട്ടും കഥയിലൂടെ നമുക്ക് പൂർണ്ണ ഊർജ്ജത്തിൽ അടുത്ത വർഷത്തിലേക്കുള്ള ഒരു യാത്രയും തുടങ്ങാം. ഇന്നത്തെ കഥാകാരനെ പരിചയപ്പെടുത്താൻ ഏറ്റവും പ്രിയപ്പെട്ട ജോഷ് സാറിനെ ക്ഷണിക്കുകയാണ്. ജോഷ് സാർ, യു ആർ വെൽക്കം. പ്രിയപ്പെട്ട സാബു സാർ, ഇന്നത്തെ ദിവസത്തെ ധന്യമാക്കാൻ എത്തിയിരിക്കുന്ന പ്രദീപ് സാർ, ഈ ദിനത്തിൽ മാറ്റിനി വെബിനാറിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന സഹോദരിമാരെ, എല്ലാവർക്കും കടന്നു വരുന്ന പുതുവർഷത്തിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. അടുത്തിടെ നമ്മളിൽ നിന്നും വേർപിരിഞ്ഞ കലാകാരൻ, കേരളത്തിന്റെ പ്രിയപുത്രൻ എം ടി വാസുദേവൻ നായരുടെ ഒരു കഥ അദ്ദേഹത്തിനുള്ള ഈ വർഷത്തിന്റെ ഒരു നന്ദിയായി, ആദരവായി സമർപ്പിക്കുന്നതിനും വേണ്ടി കൂടിയാണ് ഇന്നത്തെ കഥാദിനം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാ ചൊവ്വാഴ്ചകളിലും വിവിധ കഥകൾ ഇവിടെ അവതരിപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ കഥ അവതരിപ്പിക്കാൻ എത്തിയിരിക്കുന്ന പ്രദീപ് സാറ് നവാഗതനല്ല. ഈ പ്ലാറ്റ്ഫോമിൽ കഥ പറയാൻ വന്നിട്ടുണ്ട്, അല്ലാതെയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് പലർക്കും അപരിചിതനല്ല. ഒരുപക്ഷെ ഏറ്റവും അടുത്ത കാലത്തായി ജോയിൻ ചെയ്തിരിക്കുന്ന ആർക്കെങ്കിലുമേ ഒരുപക്ഷെ സാറിന്റെ പരിചയം ഇല്ലാതെ ഉണ്ടാകുകയുള്ളൂ. അദ്ദേഹം കോട്ടയംകാരൻ തന്നെയാണ്. കുമാരനെല്ലൂര് ജനനം. ഇപ്പോൾ താമസിക്കുന്നത് കുടുംബസമേതം കിടങ്ങൂരാണ്. വിവിധ ബാങ്കുകളിൽ ഉന്നത ഔദ്യോഗിക മേഖലയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. ഇപ്പോൾ അത്യാവശ്യം സ്വന്തമായ ചില പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങളും സ്വന്തം മനസ്സിന്റെ സന്തോഷത്തിനായി അതിലൂടെ മറ്റുള്ളവർക്കും നന്മയുണ്ടാകത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. നല്ല ഒരു പാട്ടുകാരനാണ്. നന്നായിട്ട് കഥ പറയുന്നയാളാണ്. നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്നയാളാണ്. വിലയിരുത്തലുകൾ നടത്താൻ പറ്റുന്നയാളാണ്. സാമ്പത്തികമായ അഡ്വൈസുകൾ, സാമ്പത്തിക ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ചുള്ള അഡ്വൈസ് നൽകാൻ പ്രാപ്തിയുള്ള ആളാണ്. ഇങ്ങനെ വിവിധ തുറകളിൽ കഴിവും പ്രാപ്തിയുള്ളതാണ്. അദ്ദേഹത്തെ അറിയാവുന്ന കുറെ പേര്, അടുത്തറിയാവുന്ന ആളുകൾ, കുറെ കാലങ്ങളായി അറിയാവുന്ന ആളുകളും ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കഥയുടെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന എം ടി വാസുദേവൻ നായർ, പേടിയില്ലാത്ത, കീഴടങ്ങളില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ ചില ആളുകൾ വിലയിരുത്തുന്നത്. അനുവാചക ആരാധക വൃന്ദത്തോട് അമിത ആവേശത്തോടെ പ്രതിപത്തി വെച്ചു പുലർത്തുന്ന ആളുമല്ല എം ടി വാസുദേവൻ നായർ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. വാക്കുകളിൽ ധ്യാനിച്ചിരുന്ന് സൗന്ദര്യ ആരാധന നടത്തുന്ന ലാവണ്യവാദം എം ഡിയുടെ രചനകളുടെ അന്തസത്തയാണ്. കഥകളിലൂടെ നമുക്കത് മനസ്സിലാക്കാം. അദ്ദേഹം സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്, പാട്ട് എഴുതിയിട്ടുണ്ട്, തിരക്കഥ എഴുതിയിട്ടുണ്ട്, നോവലും ചെറുകഥയും എഴുതിയിട്ടുണ്ട്. കാലങ്ങളായി, ഏറെക്കാലം ഈ കേരളത്തിന്റെ ഹൃദയത്തിൽ ജീവിച്ച ആളാണ്. അധന്യനായ മഹാത്മാവിനെ ഓർക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തോടുള്ള എല്ലാ ആദരങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കഥ പറയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രദീപ് സാറിനെ സ്നേഹപൂർവം
സാദരം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം കടന്നു വന്നിരിക്കുന്ന മുഴുവൻ പേരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഓഡിയബിൾ ആണോ? കേൾക്കാമോ? കേൾക്കാം. നമ്മുടെ ഈ മാറ്റ്നി വെബിനാറിന്റെ സൂത്രധാരൻ സാബു സാറ്, ജോഷ് സാറ്, പിന്നെ ഇന്നിവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്ന എല്ലാ സഹൃദയരായ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരു പുതുവത്സരത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ നിശ്ചിതമായ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞു MT വാസുദേവൻ നായർ. ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇന്ത്യയിലെ സാഹിത്യ രംഗത്ത് ഇടപെടുന്ന ആർക്കും അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ മലയാളികൾക്ക് പ്രത്യേകിച്ച് അദ്ദേഹം വളരെ പരിചിതനാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ നൂറ്റാണ്ടില് അദ്ദേഹത്തിന്റെ പ്രസക്തി, അദ്ദേഹത്തിന്റെ പ്രസൻസ് നമ്മൾ വളരെയധികം ഫീൽ ചെയ്തതാണ്. എല്ലാ മേഖലകളിലും, സമസ്ത സാഹിത്യ മേഖലകളിൽ. കവിതകളിൽ മാത്രം അദ്ദേഹം കാര്യമായ ഒരു കൈവച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ആദ്യം കവിത എഴുതി തുടങ്ങി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അത് തന്റെ മേഖലയല്ലെന്ന് കണ്ട് അദ്ദേഹം അതിൽ നിന്ന് കഥകളിലേക്കും നോവലുകളിലേക്കും തിരക്കഥയിലേക്കും നാടകങ്ങളിലേക്കും സിനിമാ സംവിധാനങ്ങളിലേക്കും സിനിമാ പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ മാറിയ ഒരു വ്യക്തിയാണ്, മാറിയ ഒരു മഹത് വ്യക്തിയാണ്. കാരണം വെച്ചാൽ അത്രയും അദ്ദേഹത്തിന്റെ അതിന്റെ ഈക്വലൈസ് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പം മലയാള സാഹിത്യ രംഗത്ത് ആൾക്കാരില്ല. അപ്പോൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഒരു നമുക്ക് കാര്യം അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ 91 വയസ്സുവരെ അദ്ദേഹം ജീവിച്ചിരുന്നു. അടുത്ത കാലം വരെ അദ്ദേഹം സജീവമായിട്ട് എഴുതുകയും ചെയ്തു. വളരെ കുറച്ച് നാൾ മാത്രമേ അദ്ദേഹത്തിന് ഈ എഴുത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. അപ്പം അനവധി കഥകൾ എഴുതിയിട്ടുണ്ട്, അനവധി നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഈ നോവലുകളും കഥകളും ഒക്കെ തന്നെ പലതും സിനിമയാക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ധാരാളം തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മലയാളിയുടെ മനസ്സിൽ എന്നും പച്ചപിടിച്ചു നിൽക്കുന്ന, എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ധാരാളം കഥാപാത്രങ്ങളെ അദ്ദേഹം നമ്മുടെ പ്രമുഖ കഥാപാത്രങ്ങൾ വഴി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പല കഥാപാത്രങ്ങൾക്കും അദ്ദേഹത്തിന്റെ തിരക്കഥയ്ക്കും കഥകൾക്കും ഒക്കെ തന്നെ അനവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കലാകാരന്മാർക്കും ദേശീയ തലത്തിൽ ഉൾപ്പെടെ ധാരാളം പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനെ പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ പറ്റി കൂടുതൽ പറഞ്ഞ് സമയം കളയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു കഥ ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കഥ പ്രസന്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് എനിക്ക് ചെറിയൊരു ഡിഫിക്കൽറ്റി തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ കഥകൾ ഞാൻ വീണ്ടും, ഞാനിത് വർഷങ്ങളായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിലും വീണ്ടും ഒന്നുകൂടെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ചെറുകഥകളാണെങ്കിൽ തന്നെ അതിന് അത്ര ചെറുതല്ല കഥകൾ. അതിന് സാമാന്യം നല്ല നീളമുണ്ട്. മിക്കവാറും കഥകൾക്കൊക്കെ തന്നെ ഇപ്പം നമ്മളൊരു സാധാരണ ഒരു പ്രിന്റഡ് ബുക്കിൽ ഒരു പുസ്തകത്തിൽ നോക്കുമ്പോൾ ഒരു 15 പേജ്, 18 പേജ്, 20, 25, 30, 40 പേജ് വരെയൊക്കെ ഉണ്ട്. ഇപ്പൊ വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ കഥയൊക്കെ 35 പേജ്, 40 പേജോളം ഉണ്ട്. കുട്ടിയെടുത്തിയാണെങ്കിലും ശരി, ഇരുട്ടിന്റെ ആത്മാവാണെങ്കിലും ശരി, ഒക്കെ തന്നെ വളരെ പ്രശസ്തമായ കഥകളാണ്. പക്ഷെ അതിനൊക്കെ വളരെ ദൈർഘ്യമുണ്ട്. ഇപ്പം സ്വർഗം തുറക്കുന്ന സമയം അദ്ദേഹത്തിന് വളരെ പ്രശസ്തമായ കഥകളാണ്. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ വളരെയധികം നീളമുള്ള കഥകളാണ്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു വെബിനാറിന് ഇടയ്ക്ക് അത് പ്രസന്റ് ചെയ്യാനായിട്ട്, അത് മുഴുവനായി വായിച്ച് പ്രസന്റ് ചെയ്യാനായിട്ട് നമുക്കൊരു പക്ഷേ സമയത്തിന്റെ പരിമിതി, അതിന്റെ ഒരു അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഭംഗിയായിട്ട് അത് പ്രസന്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ കമ്പാരിറ്റീവ്ലി ചെറിയൊരു കഥ ഞാൻ സെലക്ട് ചെയ്തു. മാത്രമല്ല അതിനകത്ത് വളരെയധികം അറിയപ്പെടുന്ന ഒരു കഥ. അതിന്റെ സിനിമ അന്താരാഷ്ട്ര തലത്തിൽ, ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും അതിലെ പ്രധാന കഥാപാത്രത്തിന് നാഷണൽ അവാർഡൊക്കെ കിട്ടുകയൊക്കെ ചെയ്ത, MTക്ക് വളരെയധികം പുരസ്കാരങ്ങൾ നേടിക്കൊടുത്ത, സിനിമയാക്കുകയും ചെയ്ത നിർമാല്യം എന്ന് പറഞ്ഞ സിനിമയുടെ ആധാരമായിട്ടുള്ള പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥയാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ കഴിവതും അതിനകത്ത് എഡിറ്റിംഗ് ഒന്നും നടത്തുന്നില്ല, അതേ രീതിയിൽ വായിച്ചു നോക്കാൻ ശ്രമിക്കുകയാണ്.
എനിക്കൊന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ആ കഥ ഒരു പ്രാവശ്യം അതിൽ കൂടുതലോ വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. പക്ഷെ എന്നാലും വീണ്ടും ഒരിക്കൽ കൂടിയോ പലതവണയോ വായിക്കാൻ എന്താ പറയുക, ഒരു അർഹതയുള്ള ഒരു കഥയാണത്. അത് പല പ്രാവശ്യം വായിച്ചാലും ഇന്നത്തെ കാര്യം വെച്ചാൽ ഈ കഥ എഴുതിയിട്ട് ഏകദേശം 6 നൂറ്റാണ്ടായിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഇപ്പോഴും ഒരു സാമൂഹിക പ്രസക്തി ആ കഥയ്ക്കുണ്ട്. അതിനെപ്പറ്റി കുറച്ച് വിവാദങ്ങളും കുറച്ച് ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഒക്കെ പലരും പറയുന്നുണ്ടെങ്കിലും ഞാനതൊരു സാഹിത്യ സൃഷ്ടിയായിട്ടും നമ്മുടെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം റിഫ്ലക്ട് ചെയ്യുന്ന ഒരു സാധനം, അതിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു 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 കൃതിയായിട്ട് മാത്രമേ ഞാൻ എന്നെ കാണുന്നുള്ളൂ. അതിന്റെ ആ രീതിയിൽ മാത്രമേ ഞാൻ എന്നെ നോക്കി കാണുന്നുള്ളൂ. മറ്റ് കോൺട്രവേഴ്സീസിലൊക്കെ നമുക്ക് പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ കഥ വായിച്ചു തുടങ്ങുകയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ കമ്പാരിറ്റീവ്ലി ചെറുതാണെന്ന് പറഞ്ഞാൽ എനിക്കൊന്നൊരു 20 മിനിറ്റെങ്കിലും ഈ കഥയ്ക്ക് വായിച്ചു തീർക്കാൻ എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ കഥയിലേക്ക് കടക്കാണ്. പള്ളിവാളും കാൽച്ചിലമ്പും. ആളുകൾ പിരിഞ്ഞു തുടങ്ങി. രാത്രിയുടെ ഇരുണ്ട നിശബ്ദതയിലേക്ക് അമ്പലവും പരിസരവും പതുക്കെ താണുപോവുകയാണ്. അരമണിയും കാൽച്ചിലമ്പും അഴിച്ചുമാറ്റി ഒന്ന് നിവർന്നു നിന്നപ്പോൾ വെളിച്ചപ്പാടിന് ഒരു ആശ്വാസം തോന്നി. അരയിൽ കെട്ടിയ പട്ട അഴിച്ച് ചുമലിൽ തോർത്തിന്റെ മുകളിലിട്ട് കുത്തിയുടുത്ത മുണ്ട് നേരെയാക്കി നെറ്റിയിലേക്കും മാറത്തെയും വിയർപ്പ് തുടച്ച് തിടപ്പള്ളിയിലെ കരിക്കിൽ തൂണിൽ ചാരി നിൽക്കുമ്പോൾ കുളിർമയുള്ള ഒരു നേർത്ത കാറ്റ് ആശ്വസിപ്പിക്കാനെന്നാണോ കടന്നു വന്നു. എംബ്രാന്തിരി എന്താണ് പുറത്തു വരാത്തത്? എന്നിട്ട് വേണം അയാൾക്ക് വീട്ടിലേക്ക് വലിഞ്ഞു നടക്കാൻ. ശ്രീകോവിലടച്ച് ഭദ്രമാക്കി ശാന്തിക്കാരൻ പുറത്തു വന്നു. ഇടത്തെ കയ്യിലൊരു കുത്തുവിളക്കും പുകഞ്ഞ് കത്തുന്നുണ്ട്. വെളിച്ചപ്പാട് പോവായോ? ആ, നേരെ ഇശായി, ഇനി ഉറങ്ങാനൊന്നും സമയമില്ല. അയാൾ കോൽ വിളക്ക് കരിങ്കൽ തട്ടിൽ വെച്ചു. അതിനടുത്ത് വലത്ത് കൈയിലെ പൂജക്കിണ്ടി. കിണ്ടിയിൽ വെള്ളം ഉണ്ടോ എംബ്രാന്തിരി? കുടിക്കാനോ? പോത്തും കൂടി ഈ നഷ്ടപ്പാതിരിക്ക് വെള്ളം കുടിക്കില്ലല്ലോ. വെളിച്ചപ്പാട് അതിനുത്തരം പറഞ്ഞില്ല. അയാൾ 2 കൈയും കുമ്പിൾ പോലെ ആക്കി പിടിച്ചു. എംബ്രാന്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തു. തണുത്ത വെള്ളം. എന്തൊരു ക്ഷീണമാണ്. ഞാൻ പോട്ടെ എംബ്രാന്തിരി. ഓ, തന്നേക്കാം. അയാൾ മടിയിൽ നിന്ന് കുറെ എറിഞ്ഞ ശേഷം ഒരു കാലുറപ്പിയെയും 4 കാലണയും എടുത്ത് വെളിച്ചപ്പാടിന്റെ കയ്യിലിട്ട് കൊടുത്തു. കോൽവിളക്കിന്റെ നേർത്ത വെളിച്ചത്തിൽ ആ നാണയങ്ങൾ അയാളുടെ കൈപ്പത്തിയിൽ കിടന്ന് മന്ദഹസിച്ചു. ഒരു നിമിഷം അയാൾ അത് ശ്രദ്ധിച്ചു. എന്നിട്ട് ഒരു നേർത്ത വിശ്വാസത്തോടെ അയാൾ അത് മടിയിൽ തിരികെ. അരമണിയും പള്ളിവാളും എടുത്ത് അയാൾ പുറത്തിറങ്ങി. നല്ല ഇരുട്ടുണ്ട്. രാത്രിയുടെ 3-ാം യാമമായിരിക്കണം. കരിങ്കല്ലിന്റെ ഒതുക്കുകൾ ഇറങ്ങി അയാൾ താഴെ വഴിയിലെത്തി. 1.5 നാഴിക ദൂരം ഇടവഴിയിലെ ഇരുട്ട് നീന്തിക്കൊണ്ടു വേണം അയാൾക്ക് വീട്ടിലെത്താൻ. എന്തൊരു ക്ഷീണമാണ്. പതിവിൽ കവിഞ്ഞ അധ്വാനം ഒന്നും ഉണ്ടായിട്ടില്ല. അടിയന്തരം നിവർത്തിക്കാൻ മാത്രം വിളിച്ചപ്പെട്ടു. പക്ഷെ ക്ഷീണം അസഹ്യമാണ്. അതിന് കാരണവും ഉണ്ടായിരുന്നു. രാത്രിയിൽ ഭക്ഷണമൊന്നും അകത്ത് ചെന്നിട്ടില്ല. ഉച്ചയ്ക്കും പേരിന് മാത്രമാണ് കിണ്ണത്തിന്റെ മുമ്പിൽ ഇരുന്നത്. കിണ്ണത്തിന്റെ മുകളിലെ തെളിവെള്ളം 4 പ്ലാവില മുക്കി കുടിച്ചപ്പോൾ വിശപ്പടങ്ങിയതായി ഭാവിച്ചു. ഒഴിഞ്ഞ കിണ്ണവും മുമ്പിൽ വെച്ച് സത്യാഗ്രഹം നടത്തുന്ന കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുത്തു. കട്ട പിടിച്ച ഇരുട്ട്. ആകാശത്തിന്റെ അനന്തതയിൽ കുറെ കൊച്ചു നക്ഷത്രങ്ങൾ ഉറക്കം തൂങ്ങിയാണ്. തപ്പിത്തടഞ്ഞുകൊണ്ട് അയാൾ നടന്നു. രാത്രിയുടെ മൂകതയെ പതുക്കെ തോണ്ടി ഉണർത്തിക്കൊണ്ട് കൈത്തണ്ടയിൽ കിടന്ന ചിലമ്പുകൾ ശബ്ദിച്ചു. ചിലിം ചിലിം ചിലിം. അന്നത്തെ നിറമാലയെപ്പറ്റി അധികം ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. മുൻപൊക്കെ മണ്ഡലകാലത്ത് അത് നിത്യവും ഉണ്ടാവും. നാട്ടിൽ പൊതുവെ പഞ്ഞമുണ്ട്. അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ പതിവുള്ളൂ. സിലോണിൽ നിന്ന് വന്ന ഏതോ ഒരു മാന്യന്റെ വകയായിട്ടാണിത്. വെളിച്ചപ്പെട്ടു, കൽപ്പിച്ചു, ദക്ഷിണ വാങ്ങി പോരുകയും ചെയ്തു. വീട്ടിലെല്ലാവരും നല്ല ഉറക്കമായിരിക്കും. പക്ഷേ അസുഖകരമായ ഒരു ചിന്ത രൂപമെടുക്കുന്നു. വിശക്കുന്ന വയറുമായി കിടക്കുമ്പോൾ ഉറക്കം വരുമോ? നാട്ടിലെ ബഹുജനങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് അയാൾ. വെളിച്ചപ്പാട് ചടച്ചു മെലിഞ്ഞ് 6 അടി പൊക്കത്തിൽ വളർത്തിയ മുടിയും ശുഷ്കിച്ച മുഖവുമുള്ള ഒരു 40-കാരൻ. രാമക്കുറുപ്പ് എന്ന സ്വന്തം പേരിൽ കഴിഞ്ഞ 20 കൊല്ലത്തിനിടയിൽ ആരും അയാളെ വിളിച്ചിട്ടില്ല. അയാൾ അവരുടെ ഭഗവതിയുടെ വെളിച്ചപ്പാടാണ്. ആ ഭഗവതി ക്ഷേത്രം നാട്ടുകാരുടെ സാമൂഹ്യ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. സാമാന്യം ഭേദപ്പെട്ട ഒരു അമ്പലം.
തിടപ്പള്ളിയും ഊട്ടുപുരയും ക്ഷേത്രപാലകനും ഒക്കെ ഇപ്പോൾ നിലവിലുണ്ട്. നാട്ടുകാർക്ക് കുന്നത്തുകാവിലെ അമ്മയുടെ ഊറ്റത്തിൽ ഉറച്ച വിശ്വാസവുമുണ്ട്. കൊടിയാഴ്ചകളിൽ വഴിപാടുകൾ ധാരാളം വരും. ശാന്തിക്കാരൻ മുഖേനയാണ് നാട്ടുകാർ അവരുടെ ആവശ്യങ്ങളും അർച്ചനകളും ദേവിക്ക് എത്തിക്കുന്നത്. ദേവിയുടെ തിരുവായ്മൊഴികൾ നാട്ടുകാരെ അറിയുന്നത് വെളിച്ചപ്പാട് മുഖേനയാണ്. ഭഗവതിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ആളെന്ന നിലയിൽ അയാൾക്ക് പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ട്. അയാളുടെ അച്ഛനും അവിടുത്തെ വെളിച്ചപ്പാടായിരുന്നു. അച്ഛൻ്റെ അച്ഛൻ 2 തലമുറകൾ കടന്ന് അയാളുടെ കയ്യിലെത്തിച്ചേർന്നതാണ് ആ വാളും ചിലമ്പും. വെളിച്ചപ്പാടിന്റെ മുത്തശ്ശൻ അമാനുഷികമായ ശക്തികൾ പലതും കാണിച്ചിട്ടുണ്ടത്രേ. അയാൾ കോമരം തുള്ളിയിരുന്ന കാലത്തെ അത്ഭുത വിദ്യകളെ പറ്റി നാട്ടിലെ കാരണവന്മാർ ഇന്നും സംസാരിക്കാറുണ്ട്. പറഞ്ഞു കേട്ട വിവരമേ ഉള്ളൂ. നാട്ടിൽ വളരെ പ്രചാരമുള്ള ഒരു ചരിത്രമുണ്ട്. അന്യമതസ്ഥരായ ആരോ ചിലർ അമ്പലം തീണ്ടി. വെളിച്ചപ്പാടിന് കലി കയറി. ചിലമ്പും വാളുമെടുത്ത് അട്ടഹസിച്ചു ചാടി. അന്നത്തെ വെളിച്ചപ്പാട് കണ്ട് കിടുകിട വിറയ്ക്കാത്തവരില്ലെന്നാണ് പറയുന്നത്. ഞാൻ വേല നടത്തണോ എന്നലറിക്കൊണ്ട് അയാൾ ഒരു പിടി വെള്ളരി വാരി നിലത്തെറിഞ്ഞു. ചരിത്രം അറിയുന്നവർ പറയുന്നതാണ്. അപ്പോൾ നിലത്ത് വസൂരിയുടെ പളുങ്കുകൾ പാഞ്ഞു നടക്കുകയായിരുന്നു. മൂപ്പൻ വന്ന് തെറ്റു പറഞ്ഞ് 100 പണം വെച്ചു. അപ്പോൾ നിലത്തെ വസ്തുക്കൾ വീണ്ടും അരിമണികളായി മാറി. രാമക്കുറുപ്പിന്റെ അച്ഛനും ചില്ലറക്കാരനായിരുന്നില്ല. വെളിച്ചപ്പാടായിരുന്ന അദ്ദേഹം ഒരു നല്ല മന്ത്രവാദി കൂടിയായിരുന്നു. ഭഗവതി അദ്ദേഹം വിളിച്ചാൽ വിളിച്ചെടുത്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് കീഴടങ്ങാത്ത ബാധയും പിശാചുമില്ല. 60 വയസ്സുവരെ അദ്ദേഹം കോമരമായിരുന്നു. വാർദ്ധക്യകാലത്തു കൂടി പൂറ ചുറ്റി പള്ളിവാൾ എടുത്താൽ അദ്ദേഹം ഭൂമി കുലുക്കിക്കൊണ്ട് നൃത്തം ചവിട്ടും. 60 കഴിഞ്ഞ് ആ കണ്ഠത്തിൽ നിന്ന് വരുന്ന അട്ടഹാസങ്ങൾ കേട്ടാൽ ഞെട്ടാത്തവർ ആരും ഉണ്ടായില്ല. അച്ഛൻ മരിച്ചപ്പോൾ രാമക്കുറുപ്പ് വെളിച്ചപ്പാടായി. മരണസമയത്ത് അച്ഛന് അധികമൊന്നും പറയാനുണ്ടായിരുന്നില്ല. നേരും നിറം തെറ്റാതെ നടന്നോ, അമ്മയുടെ കടാക്ഷം ഒന്നേ നമുക്കുള്ളൂ. സൃഷ്ടിക്കാനും സംഹരിക്കാനും കഴിവുള്ള ആ ദേവി അവരുടെ അമ്മയാണ്. അയാൾ അച്ഛന്റെ വാക്കുകൾ അനുസരിച്ചു. അയാൾ ദേവിയുടെ പരമഭക്തനായി. 23-ാം വയസ്സിലാണ് അയാൾ കോമരം തുള്ളിയത്. 2 ദശാബ്ദങ്ങൾ മുമ്പാണത്. ചെറുപ്പക്കാരനായ വെളിച്ചപ്പാടിനെ നാട്ടുകാർക്ക് സമ്മതമായി. അയാൾ തുള്ളുന്നത് കാണാൻ തന്നെ ചന്തമുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞു. ചോരത്തിളപ്പുള്ള ആ ചെറുപ്പക്കാരൻ പള്ളിവാൾ എടുത്താൽ പിന്നെ അമ്പലത്തിന്റെ കരിങ്കൽ ഭിത്തികളെ കൂടി കിടുകിടാ വിറപ്പിക്കും. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. അന്നത്തെ പോലെ അമ്പലം കുലുക്കിക്കൊണ്ട് നൃത്തം വെക്കുവാനോ അട്ടഹസിക്കുവാനോ അയാൾക്കിന്ന് വയ്യ. ചടച്ച് ദുർബലമായ ആ ശരീരം തന്നെ കാലുകൾക്കൊരു ഭാരമാണെന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു. കൽപ്പിക്കുന്നത് കൂടി താണസ്വരത്തിലാണ്. ഭഗവതിയുടെ കാര്യമല്ലേ, അടിയന്തരം മുടക്കരുതല്ലോ. വിളിച്ചപ്പെടേണ്ട ദിവസങ്ങളിൽ അമ്പലത്തിന്റെ ഒതുക്കുകല്ലുകൾ കയറുമ്പോൾ അയാൾ വിചാരിക്കും. കഴുത്തിറങ്ങുന്ന മുടി നെറുകയിൽ പകുത്തു കിടക്കുമ്പോൾ ശിരസിൽ നെടുനീളത്തിൽ വീതി കൂടിയ ഒരു വര കാണാം. ചെറുപ്പകാലത്തെ നെഞ്ചൂക്കിന്റെ സ്മാരകമാണിത്. അന്നയാൾ വെളിച്ചപ്പെട്ടാൽ തലയിൽ നിന്ന് ചോര ചാടാതിരിക്കില്ല. വിശേഷ ദിവസങ്ങളിൽ അമ്പലത്തിൽ നിന്ന് പുറത്തു കടന്നത് മഞ്ഞൾപ്പൊടിയിൽ അമർത്തിയ ശിരസിൽ വല്ലാത്ത നീറ്റലുമായിട്ടാണ്. ഭാര്യയ്ക്ക് അന്നതിൽ പ്രതിഷേധമുണ്ടായിരുന്നു. വഴിപാട് നിവർത്തിച്ചാൽ പോരെ, എന്തിനാ അലവെട്ടി പൊളിക്കുന്നത്? അതിന് മറുപടി പറയാനുണ്ട്. ഇതൊക്കെ ബോധത്തോടുകൂടി ചെയ്യുന്നതല്ലോ. കലി കയറിയാൽ പിന്നെ അതൊക്കെ നോക്കാൻ പറ്റും. അത് പറഞ്ഞാൽ അവൾ വിശ്വസിക്കില്ല. കലിയുണ്ടെന്ന് സ്വയം ബോധ്യപ്പെടുത്തിയാണ് അയാൾ വെളിച്ചപ്പെടുന്നതെന്ന് അറിയാതെ ഒരവസരത്തിൽ പറഞ്ഞത്. അയാൾ വിശദീകരിച്ചു. വെളിച്ചപ്പാടാവുമ്പോൾ അതൊക്കെ വേണം. എൻ്റെ അച്ഛൻ വെളിച്ചപ്പെടുമ്പോൾ വാള് നെറുവിൽ വെച്ച് ചെലമ്പെടുത്തിട്ട മേട. 7 കൊല്ലത്തിനിപ്പുറം അയാൾ ഒരു തുള്ളി ചോര വീഴ്ത്തിയിട്ടില്ല. ആദ്യകാലത്തെ തല വെട്ടിപ്പൊളിച്ചതിന്റെ ഫലമായി വിട്ടുമാറാത്ത ഒരു തലവേദന അയാളെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഭഗവതിയുടെ കോമരം തുള്ളിയപ്പോഴാണ് തലയ്ക്ക് വെട്ടിയത്. അപ്പോൾ ദേവിയുടെ കടാക്ഷമുണ്ടെങ്കിൽ മാറുക തന്നെ ചെയ്യും. അയാൾ പ്രാർത്ഥിച്ചു. കഷ്ടകാലത്തിന്റെ ശക്തി കൊണ്ടായിരിക്കും തലവേദന ഇന്നും അയാളെ വിട്ടുമാറിയില്ല. അപേക്ഷിക്കുന്നവനെ ദേവി ഉപേക്ഷിക്കില്ല. ദേവിയുടെ മുദ്രാവാക്യമാണിത്. കൽപ്പിക്കുമ്പോൾ അത് അയാൾ ആവർത്തിക്കാറുണ്ട്. ദേവിയെ കുഞ്ഞുനാൾ മുതൽക്ക് സേവിക്കാൻ തുടങ്ങിയതാണ്. 20-ലധികം കൊല്ലമായി ദേവിയുടെ കോമരമായിട്ട്. ഇതിനിടയ്ക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അയാൾ ഓർത്തു നോക്കിയിട്ടുണ്ട്. ശക്തി ക്ഷയിച്ച ഒരു ശരീരം, 5 മക്കൾ, പിന്നെ
എല്ലാം ദേവിയുടെ ഇഷ്ടം. തമ്പുരാട്ടി ശരണം. അമ്പലത്തിലെ ശാന്തിക്കാരൻ എമ്പ്രാന്തരിയെ പറ്റി അയാൾ ഓർത്തുപോകും. ഉടുത്തമുണ്ടും എല്ലും തോലുമായ ഒരു ശരീരവുമായിട്ടാണ് അയാൾ ഇന്നാട്ടിൽ വന്നത്. അയാൾ ഭഗവതിയുടെ പൂജാരിയായി. ഇപ്പോഴോ മാളിക പോലെ ഒരില്ല, സ്വന്തമായി ഒരു തെങ്ങിൻ പറമ്പ്, മക്കളെ പഠിപ്പിക്കുന്നു. ദേവസ്വത്തിൽ നിന്ന് കൊടുത്തതിന് പുറമെ വഴിപാടുകൾ വഴി എത്ര പണമാണ് അയാൾക്ക് കിട്ടുക? പുഷ്പാഞ്ജലി കഴിച്ചാൽ 8 അണ. നടപ്പെരിവിന്റെ ഒരു നല്ല ഭാഗം അയാളുടെ കയ്യിലാണ് എത്തുക പതിവ്. ഭേദപ്പെട്ടവർ തൊഴാൻ വരുമ്പോൾ ദക്ഷിണ കിട്ടും. വഴിപാടുകൾക്കായി കൊടുക്കുന്ന പണത്തിൽ നിന്നും എന്നയാൾ പറയുന്നില്ല. എങ്കിലും വെളിച്ചപ്പാടിന് വിശ്വാസമുണ്ട്. ദേവിയുടെ പണമാണ്, ഗുണം പിടിക്കില്ല തീർച്ച. 20-ൽ പരം കൊല്ലം ദേവിയെ സേവിച്ചതിനിടയ്ക്ക് നേരും നിറയില്ലാത്ത ഒരു കാര്യവും അയാൾ ചെയ്തിട്ടില്ല. പണ്ടെല്ലാം വെളിച്ചപ്പാടിന് സുഖമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ നിറമാലയോ പാട്ടോ കാണും. ദക്ഷിണയ്ക്ക് പുറമെ പലരും വാളിന്മേൽ പണം വെക്കും. അന്ന് ഇത്ര ക്ഷാമം പിടിച്ച കാലമായിരുന്നില്ല. മണ്ഡലക്കാലത്ത് മാത്രമാണ് ഇപ്പോൾ നല്ല വഴിപാടുകൾ ഉണ്ടാകുന്നത്. ഒരു രാത്രി മുഴുവൻ അതിന് മെനക്കെടണം. പണ്ടത്തെ പോലെ ശരീരശക്തി ഇല്ലാത്തതുകൊണ്ട് കോപനം പാർക്കുമ്പോഴേക്ക് അയാൾ പരവശനാകും. കൊല്ലം തോറും ഉണ്ടാകാറുള്ള നാട്ടു താലപ്പൊലിക്ക് വിളിച്ചപ്പെടുന്ന ഏറ്റവും അധ്വാനമുള്ള കാര്യമാണ്. ഒരു ദിവസം വിളിച്ചപ്പെട്ടാൽ കിട്ടുന്നത് ഒരു പണമാണ്. എമ്പ്രാന്തിരിയുടെ ദയയും മര്യാദയും കൊണ്ട് 5 അണ കൊടുക്കും. തലമുറകളായി വെളിച്ചപ്പാടിന് കിട്ടി വരുന്ന പ്രതിഫലമാണത്. അയാളുടെ മുത്തച്ഛൻ വെളിച്ചപ്പെട്ടിരുന്ന കാലത്തും ഒരു പണമാണ് കിട്ടിയിരുന്നത്. പക്ഷെ അന്ന് ഒരു പണത്തിന് ഒരു പീടിക മുഴുവൻ കൊള്ളാം. ഒറ്റ തിരിഞ്ഞ ഒരു ഇരുളൻ കീറ് പോലെ അയാൾ പതുക്കെ നീങ്ങി. ഇടവഴിയും ആൽത്തറയും പിന്നിട്ട് അയാൾ പാടത്തേക്ക് ഇറങ്ങി. കൊയ്ത്തു കഴിഞ്ഞ് അവശേഷിച്ച നെല്ലിന്റെ മുരടിന് എന്ത് മൂർച്ചയാണ്! തറച്ചു കയറുന്നത് പോലെ. ആ പാടത്തിന്റെ മറുകരയ്ക്കാണ് അയാളുടെ വീട്. വാർദ്ധക്യം ബാധിച്ച 8-10 തെങ്ങും കുറെ വാഴകളുമുള്ള ഒരു കൊച്ചു പറമ്പ്. അതിന്റെ നടുവിലാണ് ആ പുര. വൈക്കോൽ മേഞ്ഞ മേൽക്കൂരയും മൺചുമരുകളുമുള്ള ഉയരം കുറഞ്ഞ ഒരു വീട്. അതിനകത്ത് ഭാര്യയും 4 കുഞ്ഞുങ്ങളും. വെളിച്ചത്തിന്റെ കണ്ണ് തെറ്റിച്ച് പകൽ എവിടെ പതിയിരിക്കുന്ന ഇരുളിൻ കീറുകൾ അവരുടെ കൂട്ടുകാരാണ്. ആ പറമ്പും പുരയും അയാളുടെ സ്വന്തമാണ് എന്ന് വെച്ചാൽ അയാൾക്ക് പൈതൃകമായി സിദ്ധിച്ചതാണ്. 4 ആൺമക്കളും ഒരു പെൺകുട്ടിയും. അക്കാര്യത്തിൽ വെളിച്ചപ്പാട് ഭാഗ്യവാനാണ് ആളുകൾ പറയും. ആൺകുട്ടികളുടെ സ്ഥാനത്തെല്ലാം പെൺമക്കൾ വന്നു പിറന്നിരുന്നെങ്കിലോ ദേവി സഹായിച്ചു എന്ന് മാത്രം. മൂത്ത മകന് കുടുംബം പുലർത്തേണ്ട പ്രായമായി. അവനിപ്പോൾ നോക്കട്ടെ 21 വയസ്സ് പ്രായം കാണും. പക്ഷെ അവനെപ്പറ്റി അയാൾക്കപ്പോൾ ഒന്നും അറിയില്ല. ജീവിച്ചിരിക്കുന്നുണ്ടോ അറിയില്ല. 3 കൊല്ലം മുമ്പാണ് അവൻ നാട് വിട്ടത്. പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിട്ടല്ല. അവൻ കുരുത്തം കെട്ടവനാണെന്ന് അയാൾക്കുണ്ടായിരുന്ന വിശ്വാസം ആ ചെറുപ്പക്കാരൻ സ്ഥിരപ്പെടുത്തി. ഭക്തിയും ദൈവഭയവും ഇല്ലാതെയാണ് അവൻ വളർന്നത്. അയാൾ വളർത്തിയതാണ് എങ്കിൽ കൂടി. കുടുംബത്തെ പട്ടിണി കരണ്ട് തിന്നുന്നത് കാണുമ്പോൾ അവൻ കയർക്കും. അച്ഛന്റെ ഭഗവതി ചോറ് കൊണ്ടുവരട്ടെ. കൊല്ലം ഇത്തിരി ആയല്ലോ അച്ഛൻ മൂപ്പത്തിയാരുടെ വാലിമേ തൂങ്ങിയിട്ട്. അതിനൊക്കെ എന്താണ് മറുപടി പറയുക? ആരുടെ സ്വഭാവമാണ് അവന് കിട്ടിയതെന്ന് അറിയില്ല. ഭാര്യയെ കുറ്റപ്പെടുത്താൻ നിവൃത്തിയില്ല. ആവശ്യത്തിനുള്ള ഭക്തിയൊക്കെ അവൾക്കുണ്ട്. 8-ാം ക്ലാസ് വരെ പാടുപെട്ട് അവനെ പഠിപ്പിച്ചു. തുടർന്ന് പഠിപ്പിക്കാനാവില്ലാത്തത് കൊണ്ട് നിർത്തി. നാട്ടിലെ കുരുത്തം കെട്ട ചെറുക്കന്മാരുടെ നേതാവായിട്ട് അവൻ വളർന്നത്. അവൻ ചാടിപ്പോകാനുള്ള കാരണം അതാണ് അതിന് കാരണമെന്നൊന്നും പറഞ്ഞുകൂടാ. അച്ഛൻ മകനെ ഒരു ദിവസം കൈ കഴിക്കുന്നത് വരെ അടിച്ചു. അവൻ ചെയ്ത കുറ്റത്തിന് ആ ശിക്ഷ ഒട്ടും അധികമല്ലെന്ന് അയാൾക്ക് ബോധ്യമുണ്ട്. ഒരു പ്രഭാതത്തിൽ അവൻ ഭഗവതിയുടെ പള്ളിവാളെടുത്ത് മാങ്ങ ചെത്തുന്നതാണ് അയാൾ കണ്ടത്. പള്ളിവാളിന്റെ വില ചെറുക്കൻ അറിയുമോ? അയാളുടെ കരളിൽ തീയാടി. അന്ന് വൈകുന്നേരം അവൻ വീട്ടിൽ തിരിച്ചെത്തിയില്ല. തീവണ്ടി ആപ്പീസിൽ അവനെ കണ്ടവരുണ്ട്. അങ്ങനെയാണ് കുടുംബത്തിന്റെ എണ്ണം ഒന്ന് ചുരുങ്ങിയത്. അടച്ചിട്ടിരുന്ന ഉമ്മറവാതിൽ അയാൾ മുട്ടി. അവർ ഉറക്കമാണ്. ലക്ഷ്മിയേ, ലക്ഷ്മിയേ. അകത്ത് ഒരു തീപ്പെട്ടിക്കോൽ ഉരഞ്ഞു. ചിമ്മിനിയുടെ നാളം ഇരുളിൽ വിടവുണ്ടാക്കി. വാതിൽ തുറന്ന് ലക്ഷ്മിയമ്മ പ്രത്യക്ഷപ്പെട്ടു. അയാൾക്കൊന്നും സംസാരിക്കാൻ വയ്യ. അരമണിയും ചിലമ്പും വാളും മുറിയുടെ മൂലയിൽ വെച്ച് കുടത്തിൽ നിന്ന് കുറേ വെള്ളമെടുത്ത് കുടിച്ച് അയാൾ നിവർത്തിയിട്ടിരിക്കുന്ന പായിലിരുന്നു. ഉറക്കം നോക്കിക്കൊണ്ട് നിൽക്കുന്ന ലക്ഷ്മിയമ്മ പറഞ്ഞു, അമ്മിണിക്ക് പനിക്കുന്നുണ്ട്. അയാൾ മൂടി. അടുത്ത പായിൽ കിടക്കുന്ന അമ്മിണിയെ അയാൾ നോക്കി. അമ്മിണി 3-ാമത്തെ കുട്ടിയാണ്.
പെൺമകളായി അവൾ മാത്രമേ ഉള്ളൂ. പുതപ്പ് നീക്കി അവളുടെ പുറത്ത് കൈവച്ചു നോക്കി. ചൂടുണ്ട്. അപ്പുറത്ത് അപ്പുവും ബാലനും ദാമോദരനും കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. ഹാവ് അമ്മേ! അയാൾ പായിലേക്ക് ചെല്ലി. ജീവിതം കുഴഞ്ഞു പറഞ്ഞ ഒരു പ്രശ്നമായി മുന്നിൽ നിൽക്കുകയാണ്. പ്രഭാതം വിടരുന്നെന്ന് നോക്കിക്കൊണ്ട് ഉമ്മറത്തിണ്ണയിൽ ഇരിക്കുമ്പോൾ അയാൾ ചിന്തിച്ചു, എന്ത് ചെയ്യണം? 2 ദിവസമായി അമ്മിണിയുടെ പനി തുടങ്ങിയിട്ട് യാതൊരു ഭേദവുമില്ല. അടുപ്പിൽ തീ വെക്കുവാൻ യാതൊരു വഴിയുമില്ലെന്ന് ലക്ഷ്മി പറയുന്നു. അയൽപക്കത്തെ വീട്ടുകാരികളുമായിട്ടുള്ള പരിചയം അങ്ങേയറ്റം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞുവെന്ന് അവൾ പറയുന്നു. വെളുപ്പാൻ കാലത്ത് കീർത്തനങ്ങൾ അയാളുടെ നാവിൽ തുള്ളിക്കളിക്കാറുള്ളതാണ്. ദേവീ സ്തോത്രങ്ങൾ അയാൾക്ക് ഉരുവിടുവാൻ കഴിഞ്ഞില്ല. ഭക്തിചിന്തകൾ പൊരിയുന്ന മനസ്സിൽ കയറുകയില്ല. ഒരു വഴി കാണുന്നുണ്ട്. മുത്തച്ഛനും അച്ഛനും അത് ചെയ്തിട്ടില്ല. അഭിമാനം വിലക്കുന്നുമുണ്ട്. പക്ഷേ മറ്റ് ഇല്ലെന്ന് വന്നാൽ അഭിമാനം വയർനിറക്കുകയില്ലെന്ന് അയാൾ ഓർത്തു. അവസാനം അയാൾ നിശ്ചയിക്കുക തന്നെ ചെയ്തു. കുളത്തിൽ പോയി ഒന്ന് മുങ്ങിക്കുളിച്ചു. ഭസ്മവും ചന്ദനവും ധാരാളം വാരിത്തേച്ചു. തുളസിപ്പൂവ് തലയിലും ചെവിക്കിടയിലും ചൂടി. ലക്ഷ്മിയെ, വെളുത്തേടൻ അലക്കിയത് വല്ലതും ഉണ്ടോ? ഒരു മുണ്ടിരിക്കുന്നുണ്ട്, ഇത്തിരി കീറിയതാ, ഇങ്ങോട്ടെടുക്ക്. അയാൾ അതൊടുത്തു. അരയിൽ പട്ടു ചുറ്റി. അരമണിയും ചിലമ്പും ധരിച്ചു. ഭാര്യയ്ക്ക് ഉദ്ദേശം മനസ്സിലായി. അച്ഛനെ എങ്ങോട്ടാ? ഓമത്തണ്ടുകൊണ്ട് പി ഉണ്ടാക്കുന്ന ബാലൻ ചോദിച്ചു. അച്ഛന് ഒരു സ്ഥലത്ത് പോകാനുണ്ട്. കുട്ടിച്ചാക്കില്ലേ ഇവിടെ? ലക്ഷ്മി അമ്മ ചാക്ക് പുറത്തേക്കിട്ടു. ചാക്ക് മുടക്കി ചുമരിലിട്ട് പള്ളിവാളും കയ്യിലെടുത്ത് അയാൾ പുറത്തിറങ്ങി. അഭിമാനത്തിന്റെ അസ്ഥിവാരക്കല്ലുകൾ ഓരോ അടി വയ്ക്കുമ്പോൾ കാൽക്കീഴിൽ അമരുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. കന്നിവിളവും മകരവിളവും കൊയ്യുന്ന കാലങ്ങളിൽ വെളിച്ചപ്പാടന്മാർ വീട് തോറും നടക്കാറുണ്ട്. പരദേവതകളുടെ കോമരങ്ങളായാൽ നാട്ടുകാർ നെല്ലും അരിയും മറ്റും അളന്നു കൊടുക്കും. അത് വഴിപാടായി കണക്കാക്കിയാൽ തീർന്നല്ലോ. പക്ഷെ അയാൾ മുമ്പ് അതിനുവേണ്ടി നടന്നിട്ടില്ല. അച്ഛനും മുത്തച്ഛനും ചെയ്തിട്ടില്ല. വെളിച്ചപ്പാടും പിച്ചയ്ക്കിറങ്ങി നടക്കുകയല്ലേ എന്ന് അയാൾ സ്വയം ചോദിച്ചുപോയി. ഓർത്തു നോക്കുമ്പോൾ ശരിയാണ്. ചിലമ്പും കൂറയും വാളും ഉള്ളതുകൊണ്ട് ഒരു ഭേദപ്പെട്ട പിച്ചക്കാരനാണെന്ന് മാത്രം. ആദ്യം എവിടെയാണ് പോകേണ്ടത്? മുമ്പിൽ തലയുയർത്തി നിൽക്കുന്നു ആ പടുകൂറ്റൻ കെട്ടിടം. അവിടുത്തെ പ്രധാന ജന്മിയുടെ മന്ദിരമാണ്. ആദ്യം അവിടെ തന്നെ കയറിക്കളയാം. ആ വലിയ വീടിന്റെ പൂമുഖത്തിന് മുമ്പിൽ നിന്നപ്പോൾ അയാൾക്ക് ഉൾക്കിടലുമുണ്ടായി. അപമാനം, എന്താണ് പറയുക? ഉമ്മറത്ത് മുതിർന്നവരാരുമില്ല. കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളിൽ ചിലർ പേടിയോടെ അകത്തേക്ക് മാറാൻ നോക്കുകയാണ്. വെളിച്ചപ്പാട് വന്നിട്ടുണ്ടെന്ന് അകത്തുപോയി പറയൂ, അയാൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. കുട്ടികളിൽ ആരോ ആക്രോശിച്ചു, അച്ഛമ്മേ, വെളിച്ചപ്പാടിന് ധർമ്മം കൊടുക്കാൻ. മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ പ്രായം കൂടിയ ഒരു സ്ത്രീ വാതിൽക്ക് വന്ന് പുറത്തേക്ക് തലനീട്ടി. എവിടുത്തെ വെളിച്ചപ്പാടാ? വെളിച്ചപ്പാടിന്റെ ഒച്ച അടഞ്ഞതുപോലെ തോന്നി. അയാൾ തൊണ്ടയൊന്ന് ശരിയാക്കിയിട്ട് പറഞ്ഞു, കുന്തത്തുകാവിലെ. അത് നന്നായി. അല്ല വെളിച്ചപ്പാടേ, നിങ്ങളിത് എപ്പോഴാ തുടങ്ങിയത്? വെളിച്ചപ്പാടൊന്നും മിണ്ടിയില്ല. അപമാനത്തിന്റെ കാൽപ്പാടുകൾക്കിടയിൽ അയാൾ ഞെരിയുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ വേലക്കാരി ഒരു മുറത്തിന്റെ മൂലയിൽ കുറച്ച് നെല്ലുമായി പുറത്തു വന്നു. കഷ്ടിച്ച് 2 നാഴി നെല്ലുണ്ടാവും. അയാൾ ചാക്കിലേക്ക് അതെടുത്ത് ചൊരിഞ്ഞ് പതുക്കെ പടിയിറങ്ങി. തീ പറക്കുന്ന വെയിൽ, വിശപ്പ് ദാഹവും കൊണ്ട് തളർന്ന ശരീരം, വിയർപ്പിൽ മുങ്ങിയാണ്. എന്നിട്ടും അയാൾ നടന്നു. വൈകുന്നേരം തിരിച്ചെത്തിയപ്പോൾ ചാക്കിൽ കഷ്ടിച്ച് 6 ഇടങ്ങഴി നെല്ലുണ്ട്. 2 ദിവസം ചെലവ് കഴിച്ചു കൂട്ടാം. കുട്ടികൾക്ക് സന്തോഷമായി. അച്ഛൻ ഈ വിധി അറിഞ്ഞിട്ടാണോ ഇത്രയും നാളും മിണ്ടാതിരുന്നത്? അടുത്ത പ്രഭാതത്തിലും അച്ഛൻ പോകുന്നുണ്ടോ എന്നാണ് അവർ നോക്കിയത്. ചിന്താഭഗ്നായി മൺതിണ്ണയിൽ ചൂളി പിടിച്ചിരിക്കുന്ന അച്ഛനെ നോക്കി ഇളയ മകൻ ചോദിച്ചു, അച്ഛൻ എന്താ പോവാത്തത്? ചെക്ക, മിണ്ടാണ്ട് അവിടെ ഇരുന്നോ. കുട്ടിയുടെ മുഖം വാടി. അയാൾ ഒരു നിമിഷം അവനെ നോക്കി. എന്നിട്ട് സാന്ത്വന സ്വരത്തിൽ പറഞ്ഞു, അച്ഛൻ ഇനി പോവില്ല ട്ടോ. കഷ്ടപ്പാടുകൾക്കിടയിൽപ്പെട്ട് തകർന്നു ഞെറിയുമ്പോഴും അയാൾ ആശ്വസിച്ചിരുന്നു. ദേവിയുടെ കടാക്ഷമുണ്ടെങ്കിൽ ഒക്കെ നേരെയാവും. ദേവി കടാക്ഷിക്കാത്തത് എന്താണെന്ന് അയാൾ ആലോചിച്ചു. ഇനി പരീക്ഷിക്കുന്നത് എന്തിന്? വൈഷമ്യങ്ങൾ വർദ്ധിക്കുകയാണ്. വെളുപ്പാൻ കാലത്ത് നോക്കുമ്പോൾ പനി പിടിച്ചെടുക്കുന്ന അമ്മിണിയുടെ ശരീരത്തിൽ പൊള്ളകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പനിയാണെന്ന് കരുതിയത് അബദ്ധമായിപ്പോയി. രോഗം വസൂരി. വെളിച്ചപ്പാടിന്റെ വീട്ടിൽ വസൂരി. ആളുകൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വസൂരിയും കോളറയും ദേവിയുടെ വിളയാട്ടത്തിൽ പെട്ടതാണെന്നാണ് ദേവി തന്റെ കോമരത്തന്റെ വീട്ടിൽ വിത്തെറിയുമോ.
എന്താ വെളിച്ചപ്പാടെ ഇങ്ങനെ പറ്റാൻ? അയൽപക്കത്തെ കാരണവർ ചോദിച്ചു. ആവോ, എനിക്കറിയുമോ? ദേവിക്ക് അതൃപ്തിയായിട്ട് നിങ്ങൾ വല്ലതും? വെളിച്ചപ്പാട് കാരണവരെ ഒന്ന് രൂക്ഷമായി നോക്കി. തേങ്ങാ കൊലയാണ്. ഇത്ര കാലം ഞാൻ അവളുടെ കാല് പിടിച്ചിട്ട്. അയാളുടെ തീഷ്ണ വികാരങ്ങൾ ഉണർന്നു. ക്ഷോഭിച്ചത് കാരണം അയാൾക്ക് വാക്കുകൾ കിട്ടിയില്ല. ഭാര്യയും മറ്റു കുട്ടികളും മാറി താമസിക്കണം. പകരുന്ന രോഗമാണ്. രോഗം നോക്കാൻ ഒരാൾ വേണം. സമീപത്ത് നോട്ടക്കാരാരുമില്ല. 4 നാഴിക ദൂരെ ഒരു വയസ്സനുണ്ട്. മുൻകൂർ പണം കൊടുത്താലേ ആ കിഴവൻ വരൂ. എല്ലാവർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യമാണല്ലോ. അപ്പോൾ അയാൾ വീര്യം കാട്ടും. നോട്ടക്കാരന് ചെലവ് കൊടുക്കണം. ഭാര്യയെയും കുട്ടികളെ മാറ്റി താമസിപ്പിച്ചാലും അവർക്ക് ചെലവിന് കൊടുക്കണം. എല്ലാറ്റിനും പണം വേണം. ഒരു 10 രൂപ എവിടെന്നെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. അയാൾ പലരെയും ഓർമ്മിച്ചു. മനക്കൽ പോയി ചോദിച്ചാൽ വലിയ വീട്ടുകാരുടെ ആയാലോ? അപ്പോഴാണ് എംബ്രാന്തിരിയെ അയാൾക്ക് ഓർമ്മ വന്നത്. എംബ്രാന്റെ അടുക്കൽ ഏതു കാലത്തും പണം ഉണ്ടാവും. പോരാത്തതിന് അയാളുടെ കഷ്ടപ്പാടുകൾ മറ്റാരേക്കാളിലും അധികം എംബ്രാന്തിരിക്ക് അറിയാം. അവർ രണ്ടുപേരും ദേവിയുടെ ആശ്രിതരുമാണല്ലോ. ഉഷപൂജ കഴിഞ്ഞ് നടയടിച്ച് എംബ്രാന്തിരി പുറത്തിറങ്ങുമ്പോഴാണ് വെളിച്ചപ്പാട് കയറി ചെന്നത്. ആ വെളിച്ചപ്പാടോ, ഇപ്പൊ കാണാറേ ഇല്ലല്ലോ. ഒന്നിനും വയ്യാത്ത നിലയാണ് എംബ്രാന്തിരി. എംബ്രാന്തിരിയുടെ ഇടത്തെ കൈയിൽ ഇലയിട്ട് മൂടിയ ഒരു ചെമ്പ് പാത്രമുണ്ട്. നെത്തിച്ചോറായിരിക്കും. അറിഞ്ഞില്ലേ എംബ്രാന്തിരി? എന്ത്? നമ്മുടെ കുടുംബത്തില് ദീനം കണ്ടിരിക്കണം. ദീനോ? ശാന്തിക്കാരൻ പരിഭ്രമിപ്പിക്കാതിരുന്നില്ല. അതെ, ഇന്ന് കാലത്താ കണ്ടത്. ദേവിയുടെ കോപം വല്ലതും ഒന്ന് കവിട് വാരി വെച്ച് നോക്കായിരുന്നില്ലേ? വെളിച്ചപ്പാടിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എന്തൊലയ്ക്കാ കോപം? ഞാൻ അവളുടെ മുതൽ കട്ടു നിന്നിട്ടില്ല. ശാന്തിക്കാരന് അത് രസിച്ചില്ല. നിങ്ങൾക്ക് എന്താ ഞാൻ കാര്യമാ പറഞ്ഞത്. ഈ നടക്കി വെച്ച് പറയാൻ നിങ്ങൾക്ക് ഭ്രാന്ത. ഇനി അതും കൂടെ തികയണ്ടു. അതൊക്കെ പോട്ടെ എംബ്രാന്തിരി, നോട്ടക്കാരനെ വരുത്തണം. ചെലവിനില്ല ഒരു 10 രൂപ വായ്പ തരണം. ശാന്തിക്കാരൻ കൈമലർത്തി. എൻ്റെ അടുത്ത് ഒരൊറ്റ മുക്കാലില്ല. അത് പറയരുത്. എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം. അത്ര കഷ്ടാണ്. എൻ്റെ കയ്യിൽ വേണ്ടേ? ദേവിയുടെ നിലയ്ക്കിൽ നിന്നിട്ട് ഇങ്ങനെ കളവ് പറയുന്നത് എന്തിനാ? എംബ്രാന്തിരിക്ക് ചൊടിച്ചു. കളവോ? ഇനി ഇങ്ങനെയല്ലേ ഒരു ശരിചന്ദ്രൻ നേരും സത്യവും വിട്ട് നടന്നിട്ടാ ദേവി ശിക്ഷിച്ചത്. ആ പൂടൂൽ ചുറ്റിപ്പിടിച്ച് പർവ്വതം പോലത്തെ വയറൊന്ന് ചാർത്താൻ അയക്കു തോന്നി. പക്ഷെ ചെയ്തില്ല. ചൂറ്റുപാത്രവും എടുത്ത് എംബ്രാന്തിരി മഠത്തിലേക്ക് വലിഞ്ഞു നടന്നു. വെളിച്ചപ്പാട് അടഞ്ഞു കിടക്കുന്ന ആ വാതിൽക്കൽ നോക്കി. അതിനകത്തിരിക്കുന്നത് സർവശക്തിയും ഭക്തവത്സലയുമായ ദേവിയാണെങ്കിൽ അയാൾ മടങ്ങി. വെയിലിന് ചൂടുണ്ട്. അതിലും ചൂടുള്ള ചിന്തകളാണ് തലച്ചോറിൽ. ഇടവഴി കിടന്ന ശൂന്യമായ നെൽപ്പാടത്തിന്റെ മാറിലൂടെ ആ ഒരു ദുസ്വപ്നം പോലെ അയാൾ നീങ്ങി. വീടടുക്കും തോറും അയാളുടെ നടത്തത്തിന് വേഗത കൂടി. അകത്ത് പായൽ കിടന്ന് അമ്മിണി ഞരങ്ങിയാണ്. അടുത്ത മുറിയിൽ കുട്ടികൾ ബഹളം കൂട്ടും. ലക്ഷ്മി നനഞ്ഞ കണ്ണുകളോടെ വാതിൽപ്പടിയിൽ ഇരിക്കുകയാണ്. അമ്മിണി കിടക്കുന്ന മുറിയിൽ അയാൾ കടന്നു. ലക്ഷ്മി അമ്മ എന്തോ ചോദിച്ചു. അയാളത് കേട്ടില്ലെന്ന് തോന്നുന്നു. മൂലയിൽ ചാരി വെച്ചിരുന്ന പള്ളിവാളും ചുമരിൽ ഒരു ആണിയിൽ തൂങ്ങിക്കിടന്ന ചിലമ്പും അയാൾ കയ്യിലെടുത്തു. അച്ഛാ, ഞാൻ വരാൻ പോടെ. എങ്ങടാ? അയാൾ നടന്നു. മൂശാരി നാണുവിന്റെ പുരയിലേക്കാണ് അയാൾ കയറി ചെന്നത്. വെളിച്ചപ്പാടിനെ കണ്ടപ്പോൾ നാണു ബഹുമാനത്തോടുകൂടി എഴുന്നേറ്റ് നിന്നു. എന്താണാവോ ഈ വഴിക്ക്? പഴയ ഓടിന് എന്ത് വിലയുണ്ട്? റാത്തലിന്റെ 2.5 ഉറുപ്പിക വെച്ചിട്ടാ അടിയൻ വാങ്ങണത്. എന്നാ ഇതൊക്കെ തൂക്കി ഒന്ന് കാശ് കണക്കാക്ക്. മൂശാരി അമ്പരന്നു പോയി. ഭഗവതിയുടെ പള്ളിവാളും ചിലമ്പുമാണ്. കഥ ഇവിടെ അവസാനിക്കുകയാണ്. എനിക്ക് നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിൽ അത് എഴുതി ഫലിപ്പിച്ചിട്ടുണ്ട്. അത് വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരുപോലെ അതിൻ്റെ ബുദ്ധിമുട്ടുകളിലൂടെ, ഈ വെളിച്ചപ്പാടിന്റെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. 2024 ഈ അവസാനത്തിൽ ഒത്തിരി ചിന്തകളാണ് സാറ് ശരിക്കും ഈ കഥയിലൂടെ കോരി തന്നത്, അല്ലേ? ഏതൊക്കെ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കണം? നമ്മുടെ വ്യക്തിപരമായ ജീവിത സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള അനേകം സാഹചര്യങ്ങളെല്ലാം ഇതിലൂടെ നമുക്ക് വിലയിരുത്താം. എനിവേ, എല്ലാവരും സംസാരിക്കുന്നതിൻ്റെ കൂടെ അതെല്ലാം വെളിവായി വരട്ടെ. പ്രദീപ് സാറിന് വളരെയധികം സന്തോഷം. പ്രത്യേകിച്ച് 2024 ഈ അവസാന ദിവസത്തിൽ
മനോഹരമായ കഥ. മനോഹരം എന്ന് പറയുമ്പോൾ MTയുടെ കഥ എന്ന് നമ്മൾ എടുത്തു പറയുകയാണ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമുക്ക് ആരാണ് അതിന് ചർച്ച തുടങ്ങുന്നത്? മോഹൻദാസ് സാർ തുടങ്ങുന്നു. ആദ്യമായിട്ട് നമ്മുടെ ബാറ്റ്നി ഫ്രീ വെബിനാറിലെ സാബു സാറിന് ഇങ്ങനത്തെ ഒരു വേദി ഒരുക്കിയതിന് വളരെയധികം നന്ദിയുണ്ട്. 2024 അവസാനത്തെ ദിവസം, അടുത്ത ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയ MTയെ കുറിച്ച് ഒന്ന് ഓർക്കാനും പുള്ളിക്കൊരു എന്താ പറഞ്ഞാൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഒരു മുഹൂർത്തമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കുന്നു. സാഹിത്യകാരനുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച MTയുടെ കുറച്ച് പാട്ടുകളായിരുന്നു, സിനിമാ പാട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഈ ചൊവ്വാഴ്ച അദ്ദേഹത്തിന്റെ എഴുത്ത് സാഹിത്യ ലോകത്തെ കുറിച്ച് തന്നെയായിരുന്നു നന്നായി. ജോസഫ് സാർ പറഞ്ഞ പോലെ വളരെ എന്താ പറഞ്ഞ പോലെ അർഹനായ ഒരാളിനെ കൊണ്ട് തന്നെയാണ് MTയെ വിലയിരുത്താൻ അല്ലെങ്കിൽ പുള്ളിയുടെ കഥ അവതരിപ്പിക്കാൻ വന്നത്. അത് പ്രദീപ് ഇടങ്ങൂർ വളരെ ഭംഗിയായിട്ട് MT നമ്മുടെ മുമ്പിൽ വന്നിരുന്ന കഥ പറയുന്ന രീതിക്ക് ആ സംഭാഷണങ്ങളും അതിൻ്റെ വികാരങ്ങളും ഒക്കെ ഉൾക്കൊണ്ട് നമ്മൾ അതിലേക്ക് നമുക്ക് പകർന്നു തന്നു. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഗ്രാമത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോയും ദേവിയുടെ ആ അമ്പലവും ഇങ്ങനെ താമസിക്കുന്ന ആ വീടും ആ പറമ്പും അവിടുത്തെ ഒരു ഗ്രാമത്തിന്റെ അന്തരീക്ഷം എല്ലാം അവിടുത്തെ മനുഷ്യരുടെ സ്വഭാവങ്ങളൊക്കെ ഇതിൽ പ്രതിഫലിച്ചു. നേരത്തെ പ്രദീപ് സാർ പറഞ്ഞ പോലെ തന്നെ 50 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു ചെറുതാണെങ്കിൽ പോലും ഇന്നും അതിൻ്റെ പ്രസക്തി ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ ഇരിക്കുന്നുണ്ട്. കാരണം ജീർണിച്ചു പോയ ജീവിതാവസ്ഥയിലുള്ള പല കുടുംബങ്ങളും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇങ്ങനെ പ്രതാപം മാത്രമേ ഉള്ളൂ, മുഴുവൻ പട്ടിണിയായിട്ട് കഴിയുന്ന ഒരു സന്ദർഭമാണ്. അത് പല സംഭാഷണങ്ങളും എനിക്ക് ഇതായിട്ടുണ്ട്. കാരണം പാരമ്പര്യമായിട്ട് ഒരു സ്ഥിരീകരിച്ചതാണ് ഈ വെളിച്ചപ്പാടിന്റെ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് അതിന്റെ സ്വഭാവമാനം വിട്ട് മാറി നേരിനറി വിട്ടു പോകാൻ മനസ്സില്ലെങ്കിൽ പോലും സാഹചര്യം കൊണ്ട് അവസാനം പള്ളിവാളും കാൽച്ചിലമ്പും പോലും ഒരു നേരം ആഹാരത്തിനും അല്ലെങ്കിൽ തൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് വിൽക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു അവസ്ഥയെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അതുപോലെ തന്നെ പുള്ളിയുടെ അച്ഛൻ പറഞ്ഞു കൊടുത്ത ഒരു ഇതാണ്, അവസാനം മരണപ്പെടുമ്പോൾ അദ്ദേഹം അടുത്ത വെളിച്ചപ്പാടായിട്ട് മാറുമ്പോൾ നേരും നെറിയുമായി നടന്നോളൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒറ്റ വാക്കുള്ളൂ, നേരും നെറിയും. അത് തന്നെയാണ് അദ്ദേഹം പാലിച്ചു പോയതും. പക്ഷേ അതുകൊണ്ട് ഓക്കെ, ഇനി ആരാ പറയുന്നത്? ഫിലോമിന മാം പറഞ്ഞോളൂ. സാറ് MTയുടെ കഥ വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചു. അത് നാട്ടിലെ അരാജകത്വം, അന്നത്തെ കാലത്തെ അരാജകത്വം, ഞാനും എൻ്റെ പ്രായമനുസരിച്ച് ഞാനും അതിലൂടെ ഒക്കെ വളർന്നു വന്ന ഒരാളാണ്. അപ്പൊ അതൊക്കെ വളരെ ഒരു നെഞ്ചിൽ തട്ടുന്ന സംഭവമായിരുന്നു. പിന്നെ അവസാനം ആ കഥ ദേവിയെ, അതായത് ദൈവത്തെ വിശ്വസിച്ച് ദേവിയെ വിശ്വസിച്ച് നമ്മളെല്ലാം നമുക്ക് ഉത്തരം കിട്ടുമെന്ന് വിശ്വസിച്ച് നടക്കുമ്പോൾ തന്നെയും അതിനുത്തരം കിട്ടാതെ അവസാനം ആ വാളും ചിലമ്പയും വിൽക്കേണ്ട അവസരം കൂടെ വരുമ്പോഴത്തേക്കുള്ള ആ അവസ്ഥയും, തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ പല വിധത്തിലും നോക്കുമ്പോൾ ആരും സഹായിക്കാതെയും പിന്നെയും പല അന്ധവിശ്വാസങ്ങളും മനുഷ്യര് നേർനിറയുമായിട്ട് നടക്കുന്ന ആളിനെ ഒരസുഖം വരുമ്പോഴത്തേക്ക് അതിന്റെ ഇതിന്റെ ശിക്ഷയാന്ന് പറയുന്നത് ഇന്നും അത് നടക്കുന്നുണ്ട്. പലരും വേറൊരാളൊരു വീഴ്ച വരുമ്പം അവൻ ചെയ്തതിന്റെ ശിക്ഷയായിരിക്കും. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു മനുഷ്യരും പറയരുതാത്തൊരു സംഗതിയാണ്. വേറൊരാളുടെ അധപതനത്തിൽ കണ്ട് സന്തോഷിക്കുകയല്ല വേണ്ടത്, അവരെ സഹായിച്ച് ഉന്നയിച്ച് മുന്നോട്ട് കയറ്റണമെന്നുള്ളതാണ് ഈ കഥയിലെ ഏറ്റവും എനിക്ക് കിട്ടിയ ഇത്. അത് ഏറ്റവും കൂടുതൽ ഈ കഥ പറഞ്ഞ ആള് അത് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു, ഞാൻ
ദൃക്സാക്ഷിയായിട്ടുള്ള പല സംഗതികളും എനിക്കറിയാം ഈ കഥ പറഞ്ഞ ആളിനെ കുറിച്ച്. അപ്പൊ അന്യരുടെ നിസ്സഹായ അവസ്ഥയിൽ എപ്പോഴും പോയി സഹായിക്കുന്ന ഒരാൾ തന്നെയാണ് ഈ കഥ പറഞ്ഞതും. അപ്പൊ എൻ്റെ ജീവിതത്തിലും അങ്ങനെ എനിക്കൊരപ്പനുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിലൊക്കെ ഞാനും പട്ടിണി അനുഭവിച്ചിട്ടില്ലെങ്കിലും പിന്നെ പണത്തിന് ദാരിദ്ര്യം വന്നിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്ന് പറഞ്ഞാല് എൻ്റെ ഫാദർ ഈ പ്രദീപ് സാറിനെ പോലെ അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് ഇന്നുള്ള പണമില്ലായിരുന്നു. അന്ന് കിട്ടുന്നതിൽ നിന്ന് സഹായിച്ച് മനുഷ്യരുടെ പ്രയാസങ്ങൾ കണ്ട് സഹായിച്ചപ്പോൾ ഞങ്ങളൊക്കെയും ഒത്തിരി ചുരുങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ കഥ എൻ്റെ ഹൃദയത്തെ വല്ലാതെ ടച്ച് ചെയ്തൊരു കഥയാണ്. താങ്ക് യു. നന്ദി. താങ്ക് യു മാം. അനിൽ സാർ പറയും. എല്ലാവർക്കും നമസ്കാരം. പ്രദീപ് സാർ നല്ലവണ്ണം നല്ല ആസ്വദിക്കുന്ന, എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിലും അതിൻ്റെ അവതരണമൊക്കെ നന്നായിരുന്നു. അതിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും. പിന്നെ ഈ കഥ നമ്മൾ ആദ്യം കേട്ടിട്ടുണ്ട്, വായിച്ചതാണെങ്കിലും ഇപ്പോഴും ആ കഥ അവതരിപ്പിച്ചപ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയി. ഇപ്പോഴും ഇങ്ങനെയുള്ള കാണാൻ ഇപ്പോഴും ഉണ്ടെങ്കിലും അത് നമ്മൾ അറിയാൻ വിഷമമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ട് ഉള്ളത് അത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ ജീവിതം വളരെ കഷ്ടമാണ്. അതൊക്കെ നമുക്ക് ഒന്നുകൂടി ഓർക്കാൻ ഉള്ള അവസരം ഉണ്ടാക്കി. നല്ല അവതരണമായിരുന്നു. എല്ലാ സംഭാഷണങ്ങളും അതിൻ്റെ ഇതിൽ തന്നെ ചെയ്തു. ഇത് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. പ്രദീപ് സാറിന് അഭിനന്ദനങ്ങൾ. ശുദ്ധോധന ഡോക്ടർ ഉണ്ടോ? ഉണ്ട്. നമ്മുടെ ഒരു കാലഘട്ടത്തിലെ കേരളത്തിലെ ഈ ദാരിദ്ര്യം, അതേപോലെ തകർന്ന തറവാടുകൾ, അതേപോലെ രോഗം, നിസ്സഹായരായ മനുഷ്യർ, ഇങ്ങനെയൊക്കെയുള്ള ഈ ദാരിദ്ര്യവും ഭക്ഷണമില്ലായ്മയൊക്കെ ഒരുപാട് വീടുകളിലും കേരളീയർ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ തിരുവിതാംകൂറിലൊക്കെ ആണെങ്കിൽ കപ്പയും മരച്ചീനിയും ചക്ക പുഴുങ്ങിയതും ഒക്കെ കൊണ്ട് ജീവിക്കുകയും സൂക്കേടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളൊക്കെ മരിച്ചു പോവുകയൊക്കെ ചെയ്യുമായിരുന്നു പണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇതേ കഥ, ഇപ്പോൾ ഈ കഥ ഇപ്പോൾ സമൃദ്ധമാണ് കേരളം. കാരണം ദാരിദ്ര്യമില്ല, ഭക്ഷണമില്ലായ്മയില്ല, രോഗചികിത്സയ്ക്ക് ഇതേപോലെ പൈസ ഇല്ലാത്തവർക്ക് മരിക്കേണ്ട കാര്യമില്ല, സങ്കടപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ വെളിച്ചപ്പാടിൻ്റെ ഒരു സങ്കടവും ദുഃഖവും ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നെഞ്ഞിൽ വല്ലാതൊരു സങ്കടം വന്ന് നിറയുന്നുണ്ട്. കണ്ണീര് വരുന്നില്ലെങ്കിൽ പോലും നമ്മൾ ആ മനുഷ്യൻ അനുഭവിക്കുന്ന ആ കൊടും ചൂടിൽ അദ്ദേഹം നടക്കുന്നതും ഈ കടം ചോദിക്കുന്നതും വീടുകളിൽ പോയിട്ട് നമ്മുടെ ആ ചാക്കും ഒക്കെ ആയിട്ട് പോയിട്ട് വെളിച്ചപ്പാട് വന്നിട്ടുണ്ട്, പിച്ച എടുക്കാൻ വന്ന പോലെ ഒക്കെ കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടം തോന്നി. പക്ഷെ ഒരു കാലഘട്ടമായിരുന്നു അത് ഒക്കെ കണ്ടറിഞ്ഞ് അനുഭവിച്ചെങ്കിൽ ഇതുപോലൊക്കെ എഴുതുക MT മാത്രമേ പറ്റുള്ളൂ. ധാരാളം പേര് ദാരിദ്ര്യത്തെ പറ്റിയും ദുഃഖത്തെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ MT എഴുതുമ്പോൾ അത് നമ്മുടെ മുന്നിൽ ഈ സീൻ ബൈ സീനായിട്ട് പിക്ചറൈസ് ചെയ്ത് കാണുകയാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് MTയുടെ എഴുത്തിൻ്റെ വലിയൊരു പ്രത്യേകത. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ കഥ വായിച്ചാൽ അത് മനസ്സിലാവുമോയെന്ന് അറിയില്ല. കാരണം അവർ ഈ പറഞ്ഞ പോലെ ഭക്ഷണം അല്ലെങ്കിൽ രോഗം അല്ലെങ്കിൽ ഇല്ലായ്മ ഇതൊന്നും അവർക്ക് അറിയാത്ത ഇങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിലാണ് നക്സലിസം ഒക്കെ കേരളത്തിൽ വളർന്നതൊക്കെ. ഉള്ളവൻ അത് പൂഴ്ത്തി വയ്ക്കുകയും ഇല്ലാത്തവൻ പരമദരിദ്രനായിരിക്കുമ്പോൾ അവിടെ കയറി കൊള്ളയടിച്ചെടുക്കണമെന്നൊക്കെയുള്ള തോന്നൽ ഈ പറഞ്ഞ പോലെ അത് ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ അടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്നൊക്കെ അങ്ങനെ ഉള്ള വരികളൊക്കെ ഉണ്ടായത് ഈ ഒരു കാലഘട്ടത്തിലാണ്. പക്ഷേ കഥയിൽ വളരെ മനോഹരമായിട്ടൊരു നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ, അതും ഈ ദേവി ആരാധിക്കുകയും അതിൻ്റെ പൂജകളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ജീവിതം പടുകുഴിയിൽ അകപ്പെട്ടു ഒരാളിൻ്റെ കഥ, അതൊക്കെ കേൾക്കുമ്പോൾ വലിയ സങ്കടം തോന്നി. എന്തായാലും നല്ല കഥ, നല്ല അവതരണം. ഇത് ഈ 2024 യാത്ര പറയുന്ന 24-ാം തീയതി ഈ
അവസാന സമയത്ത് ഈ കഥയൊക്കെ കേട്ടത് നമ്മുടെ ഇപ്പോഴത്തുള്ള സമ്പത്തും സമ്പന്നതയും ജീവിത രീതികളും ഒക്കെ ഉണ്ട്. ഇന്ന് കേരളം മുഴുവൻ ഈ തിന്നും കുടിച്ചും കടന്ന് കൂത്താടുകയാണ്. ചാനലിൽ മുഴുവൻ ഈ അമിതമായിട്ടുള്ള ഭോഗാസക്തിയായിട്ട് അല്ലെങ്കിൽ ഉപഭോഗ ആസക്തിയായിട്ട് കോഴിക്കോടും കടപ്പുറത്തും എറണാകുളത്തും ഒക്കെ മനുഷ്യൻ തിന്നും കുടിച്ചും അഹങ്കരിച്ചും കൂത്താടുകയും എന്തൊക്കെയോ ഭ്രാന്ത് കാണിക്കുമ്പോൾ, അതായത് ഈ പ്രേതം പിടിച്ചതുപോലെ കേരളീയർ മുഴുവൻ കടന്ന് ഈ ന്യൂ ഇയറിനെ വരവേൽക്കാൻ തുടങ്ങുമ്പോൾ ഇതേപോലെ ദരിദ്രനാരായണന്മാർ എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ ഓർത്താൽ നല്ലതാണ്. എന്തായാലും ഈ കഥ വളരെ ഉചിതമായി എന്ന് ഞാൻ കരുതുന്നു. ആർഭാടങ്ങളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ ഇതുപോലുള്ള ചെറിയ വേദനയുള്ള ഇഞ്ചക്ഷനൊക്കെ കിട്ടുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ സൂക്കേടുകളൊക്കെ ചിലത് മാറാനും നമ്മളെ ഇതൊക്കെ ഓർമ്മിപ്പിച്ചത് നല്ലതാണ്. നല്ലൊരു കഥ കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ഈ ഇത് കേട്ടോ. അതാണ് ഞാൻ വീട്ടിന് പുറത്തിറങ്ങി മുറ്റത്ത് നടന്നത്. കാരണം വല്ലാത്തൊരു അസ്വസ്ഥത, അതുകൊണ്ടാണ് പുറത്തിറങ്ങി നടന്നത്. താങ്ക് യു സാർ. നല്ലൊരു കഥ കേട്ട സുഖവും ദുഃഖവും ഞാൻ അനുഭവിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. ശ്രീകുമാരി മാം. താങ്ക് യു സാർ. ഗുഡ് ഈവനിങ്. വളരെ നല്ല. എം ഡിയെ പറ്റി അറിഞ്ഞുകൂടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല. ഞാനും എം ഡിയുടെ ധാരാളം ചെറുകഥകളും നോവലുകളും ഒക്കെ വായിച്ചിട്ടുള്ള ഒരാളാണ്, ആരാധിക്കുകയാണ്. ഇപ്പോൾ എം ഡിയുടെ ബുക്കുകളൊന്നും വായിക്കാറില്ല. ഒരു നല്ല കഥ, നല്ല അവതരണം, നമ്മുടെ കുട്ടിക്കാലത്തേക്ക് നാം നേരിൽ കാണുന്ന ഒരു അനുഭൂതിയാണ് ഉണർത്താൻ സഹായിച്ചത്. സാറിന്റെ ആ കഥ പറച്ചിൽ, അവതരണ രീതി വളരെ മനോഹരമായിരുന്നു. ഒരു വെളിച്ചപ്പാടിന്റെയും അതിനെ ചുറ്റിയുള്ള ഒരു അമ്പലം, ദേവീക്ഷേത്രം, പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു കഥ, ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും. സാറ് നേരത്തെ പറഞ്ഞതുപോലെ കരളിലിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്കും നേരിൽ അനുഭവിക്കാൻ സാധിച്ചത്. 50 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥ. അപ്പോഴെങ്ങനെയാണ് ഓരോ കുടുംബവും അനുഭവിച്ചിരുന്നത്, കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒക്കെ. ഇന്നത്തെ പോലെ അല്ലല്ലോ എന്നുള്ളതെല്ലാം നമുക്ക് നേരിൽ കാണാനും അങ്ങനെ ആ കാലഘട്ടത്തിലൂടെ നമ്മുടെ മനസ്സും ചലിക്കുകയാണ് ചെയ്തത്. വളരെ നന്ദി. താങ്ക് യു സാർ. ടീച്ചർ. താങ്ക് യു സർ. ആ കഥ അതിൻ്റെതായ വികാരത്തോടെ ശരിക്കും വായിച്ചു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇത്രയും ദാരിദ്ര്യം ഓർക്കാൻ പറ്റുന്നില്ല. പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റാതെ, പിന്നെ രക്ഷിതാക്കൾക്കും ഭക്ഷണം ഇല്ലാതെ അവയിലും കൊണ്ട് നടന്ന് ഒരു ഇത്തിരി നെല്ലൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ കിട്ടുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ദൈവം സഹായിച്ച് ഞാൻ ദാരിദ്ര്യം അനുഭവിച്ചിട്ടില്ല. മൈ ഫാദർ വാസ് എ ഗ്രേറ്റ് മാൻ. അതുകൊണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം സിദ്ധാർത്ഥൻ ഡോക്ടർ പറഞ്ഞ പോലെ ആളുകൾ ഭക്ഷണം ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്ന് പോലും അറിയാതെ അർമാദിക്കുക എന്ന് പറയും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇന്നിപ്പോ ന്യൂ ഇയർ എന്ന് പറഞ്ഞ് എന്തൊക്കെയായിരിക്കും എല്ലാവരും അവിടെ കാട്ടിക്കൂട്ടുന്നത്. ഈ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ഒരു 2025 ആകുന്നു എന്നല്ലാതെ ഇന്നും നാളെയായിട്ട് നമ്മുടെ മനസ്സിലുള്ള വ്യത്യാസമല്ലേ ഉള്ളൂ ശരിക്കും. പക്ഷെ എന്തൊക്കെ കാട്ടിക്കൂട്ടി നാളെ എന്തൊക്കെ കേൾക്കേണ്ടി വരും എന്നുള്ളത് ദൈവത്തിനറിയാം. നമ്മള് ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമുക്ക് ഉള്ളതിന്റെ ഒരു ഗുണം ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല അവതരണമായിരുന്നു. നന്നായിട്ട് അതിന്റെ വികാരങ്ങൾ ഉൾക്കൊണ്ട് തന്നെ അവതരിപ്പിച്ചു. അപ്പോൾ താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു മാം. ജോഷ് സാർ. ആദ്യം തന്നെ ഒറ്റ വാക്കിൽ അവതരിപ്പിച്ച സാറിന് നന്ദി പറയട്ടെ. ഇത് 70കളിലെ കഥയാണ്, എഴുതിയ കഥയാണ്. ഏതാണ്ട് ഹിപ്പീസവും നാസ്തികവാദവും ഒക്കെ വളരെ ആയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ നക്സലിസം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടം. അവിടെ അതൊക്കെ വളരാൻ ഇടവരുന്നത് സമൂഹത്തിലെ ചില കാര്യങ്ങൾ കണ്ടിട്ടാണ്. ഈ കഥയിൽ പല കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്.
അതിലേറ്റവും പ്രബലമായി എനിക്ക് തോന്നിയ ഒന്ന്, ഈശ്വര പൂജ നടത്തുന്നവന് ഐശ്വര്യം കിട്ടുമോ? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദൈവത്തിന്റെ പുറകെ നടന്നിട്ട് അല്ലെ ദൈവവിചാരവുമായി ജീവിച്ചിട്ട് ഇവൻ എന്താണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്, ഇവരുടെ വീട് എന്താണ് ഇങ്ങനെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു പക്ഷേ ഈ ആളിന് വേണ്ടത്ര മറുപടി പറയാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ മൂത്ത മകൻ പുറപ്പെട്ടു പോവുകയാണ് ആ വീട്ടിൽ നിന്ന്, വെളിച്ചപ്പാടിന്റെ മകൻ. അതുപോലെ തന്നെ പലരും അവജ്ഞയോടെ നോക്കുകയാണ്. ഇവൻ ഒരു പിരിവിന്, ഒരു ഭിക്ഷയ്ക്ക് വരുന്നത് പോലെ ഇങ്ങനെയൊക്കെ കാണുന്നു. ബൈബിളിൽ ഒരു വാക്യം പറയുന്നുണ്ട്, അത് പൗലോസ് അപ്പോസ്തലനാണ് അത് വളരെ ശക്തമായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്നത്. ദേവാലയ ശുശ്രൂഷകന്റെ ഭക്ഷണം ദേവാലയത്തിൽ നിന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ, ഈശ്വര പൂജ നടത്തുന്ന ആളുകൾ സത്യസന്ധമായി അത്തരം കാര്യങ്ങളിലേക്ക് മനസ്സർപ്പിച്ച് ഇറങ്ങിയിരിക്കുന്ന ആളുകളുടെ സംരക്ഷണം, അത് വിശ്വസിക്കുന്നവരും അവരുടെ അടുത്തേക്ക് പോകുന്നവരും അല്ലെങ്കിൽ ദേവാലയത്തിലേക്ക് പോകുന്നവരും അവരെ സംരക്ഷിക്കണം എന്നുള്ള ഒരു, അല്ലാതെ അവരെന്തോ ഒരു പരിപാടി, അത് അങ്ങനെ വന്നു ഭവിക്കുന്നതിന് ഒരുപക്ഷെ പല കാരണങ്ങൾ ഉണ്ടാകുമായിരിക്കും. ഒരുപക്ഷെ അത്തരത്തിൽ ഉള്ള ആളുകളുടെ ദുർനടപ്പോ അല്ലെങ്കിൽ അവർ ചെയ്തു വെച്ച എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് പുതുതലമുറയ്ക്ക് തോന്നിയ അവജ്ഞ ആകാമായിരിക്കും ഒരു പരിധിയിൽ. പക്ഷെ അവര് മഹത്തായ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവരാണ് എന്നുള്ള വിചാരത്തിൽ അവരെ സംരക്ഷിക്കുക തന്നെ വേണം. എന്തെന്നാൽ ഈ പ്രപഞ്ചം ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും അവരവരുടെ സ്വന്തം ഇഷ്ടവും ഇച്ഛയും അനുസരിച്ച് ജീവിതം കരുപ്പിടിപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരുപാട് അരാജകത്വം പിന്നെയും വന്നു ഭവിക്കും. അതിനിടയിലുള്ള ഒരു തിരുത്തൽ ശക്തിയും ഈ ലോക ജീവിതത്തിന് ശേഷം മറ്റൊന്നുണ്ട്. നമ്മള് കുറെ കൂടി ധാർമ്മികരായി ജീവിക്കും. വെറും ഒരു ധാർമ്മിക ചിന്ത മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കുറെ കൂടി ചൂഴ്ന്നു നിൽക്കുന്ന ചില ആശയങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതിനുവേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നമ്മൾ കാണണം. ഇവിടെയും പല കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള ആളുകൾ, ശുശ്രൂഷകർ, ഈ വീരടിയാൻ പാട്ട് എന്നൊക്കെ പറഞ്ഞ വീരടിയാന്മാര് ഇപ്പൊ കാണുന്നില്ല കുറെ കാലങ്ങളായിട്ട്. അവരിങ്ങനെ കൊയ്ത്തുകാലമൊക്കെ കഴിയുമ്പോൾ വീടുകൾ തോറും കയറി ഇറങ്ങി ഈ മഹത് കാര്യം പറയുമ്പോൾ ഇതുപോലെ നെല്ലും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. പക്ഷെ അവരാരും അതിസമ്പന്നരായൊന്നും മാറിയിട്ടില്ല. ചില ആളുകൾ വലിയ പൂജാരിമാരോ അല്ലെങ്കിൽ വലിയ മെത്രാന്മാരോ അങ്ങനെയൊക്കെയുള്ള ആളുകൾ വലിയ കാറിലോ വലിയ സമ്പത്തിന്റെ വലിയ സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുമ്പോൾ എല്ലാവരും അങ്ങനെയാണ് എന്ന് പലരും ധരിച്ചു പോകുന്നു. എല്ലാവരും അങ്ങനെയല്ല. ഒരുപാട് ആളുകൾ വളരെ ക്ലേശിച്ചും വിഷമിച്ചും ജീവിക്കുന്ന ആളുകൾ ദൈവിക വഴിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇത് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. അവർക്കും നമുക്കുള്ളതുപോലെ തന്നെ, അല്ലെ മറ്റുള്ളവർക്കുള്ളതുപോലെ തന്നെ വയറ് അവർക്കുണ്ട്. ഇനി കുടുംബജീവിതം ഉള്ളവരാണെങ്കിൽ അവർക്കും മക്കളുണ്ട്. അവർക്ക് എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അത്തരം കാര്യങ്ങളെല്ലാം അവർക്കും ആവശ്യമുണ്ട് എന്നുള്ളതായിരിക്കണം നമ്മുടെ ധാർമ്മികതയുടെ അടിസ്ഥാനം. മറിച്ച് ആരെങ്കിലും ഭിക്ഷയ്ക്ക് വരുന്നത് പോലെ കാണുന്ന ഏർപ്പാട് നന്നല്ല എന്നുള്ളതാണ് ഇത് നൽകുന്ന പാഠം എന്നെനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഇന്നും ഒരുപക്ഷെ അമ്പലവാസികളായിട്ടുള്ള ചില ആളുകൾ ദരിദ്രരായി ജീവിക്കുന്ന ആളുകളുണ്ട്. വളരെ നിസ്സാരമായ സമ്പത്ത് മാത്രം കിട്ടി അല്ലെങ്കിൽ ആദായം മാത്രം കിട്ടി ജീവിക്കുന്ന അനേകം ക്ഷേത്ര ജീവനക്കാരുണ്ട്. പള്ളികളിലേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെയാണ്. അവിടെയും ചെറിയ ചെറിയ ജോലി ചെയ്യുന്ന ആളുകൾ അവിടെ ഉണ്ട്. ഈ അടിച്ചു വാരുന്ന ആളുകൾ അല്ലെങ്കിൽ കപ്പിയാരന്മാര് ഇല്ലെങ്കിൽ അതുപോലെയൊക്കെ ഉള്ള ആളുകൾ, അവരൊക്കെ വളരെ ദാരിദ്ര്യാവസ്ഥയിലാണ് ചിലരെങ്കിലും ജീവിക്കുന്നത്. പിന്നെ അവരുടെയൊക്കെ മക്കൾ പഠനവും വിദ്യാഭ്യാസവും ഒക്കെ കൊണ്ട്
കരുത്തൊക്കെ ആർജിച്ചു കഴിഞ്ഞപ്പോഴാണ് പലരും ഇന്ന് സമ്പന്നരായിട്ടുണ്ട്. ഏതായാലും ആളറിഞ്ഞ് സഹായിക്കണം. നമ്മളെ ഇത്തരക്കാർ ആളുകൾ ഏതെങ്കിലും തരത്തിൽ വിഷമിക്കുന്നു എന്ന് കണ്ടാൽ അത്തരത്തിൽ നമ്മൾ സഹായിക്കാൻ ബാധ്യസ്ഥരാണ്. മറിച്ച് ഇന്ന് അതാണ് ഇതിന്റെ മറ്റൊരു വശം നിൽക്കുന്നത്. ഇന്ന് പലപ്പോഴും നമ്മൾ ആളുകളെ ട്രീറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഭക്ഷണം വലിയ നമ്മൾ നടക്കുന്ന വിഭവസമൃദ്ധമായ പരിപാടിയിൽ പങ്കെടുക്കുന്നവരിൽ പലർക്കും ഇതൊന്നും വേണ്ടാത്തവരാണ്, ഇതൊന്നും കഴിക്കാൻ മേലാത്തവരാണ്. ഒന്നിൽ അസുഖം കൊണ്ട് കഴിക്കാൻ പറ്റില്ല, ഇല്ലെങ്കിൽ അവർക്ക് ഇതൊന്നും വേണ്ട. പക്ഷെ ഇത് വേണ്ട കുറെ പേരുണ്ട്, അവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി. യഥാർത്ഥത്തിൽ വലിയ സദ്യയും കാര്യങ്ങളും ഒക്കെ കൊടുക്കേണ്ടത് വിശക്കുന്നവർക്കാണ്, ഇല്ലെങ്കിൽ ഭക്ഷണം ആവശ്യമുള്ളവർക്കാണ്. അവരെ പലപ്പോഴും പരിഗണിക്കത്തില്ല. നമ്മുടെ വീട്ടിലെ തന്നെ വലിയ വലിയ പരിപാടികൾ നടത്തുന്ന അവസരത്തിൽ വലിയ ആളുകളെയൊക്കെ വിളിച്ചോളൂ, നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ച് വിളിച്ചോളൂ. പക്ഷെ ആ നാട്ടിൽ എത്ര പേര് കിടപ്പ് രോഗികളായിട്ടുണ്ട്, എത്ര പേര് പുറത്തിറങ്ങാൻ പറ്റാത്തവരായിട്ടുണ്ട്, വരുമാനം ഇല്ലാത്തവരായിട്ടുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്. അവരുടെയൊക്കെ വീടുകളിൽ നമ്മുടെ ആ ഒരു പരിപാടിയുടെ ദിവസം അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാട് പോലും പലരും ചെയ്യാറില്ല. ഇവിടെ എനിക്ക് ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഒരു വലിയ സന്തോഷം തോന്നിയ ഒരാളുണ്ട്. വളരെ സമ്പന്നനൊന്നുമല്ല, വളരെ സാധാരണക്കാരനായ ഒരാള്. അദ്ദേഹത്തിന്റെ അപ്പന് ദീർഘകാലം കിടപ്പ് രോഗിയായി കിടന്നിട്ട് മരിച്ചയാളാണ്. പുറത്തിറങ്ങാൻ നിർവാഹമില്ലാതെ വളരെ കഷ്ടപ്പെട്ട് വളരെ പലരുടെയൊക്കെ സഹായമൊക്കെ നേടി ജീവിച്ച ആളാണ്. പക്ഷെ ഇപ്പൊ അവർക്ക് കുറച്ചധികം നല്ല സമ്പത്തുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ അപ്പന്റെ മരണവാർഷികം ആഘോഷിച്ചപ്പോൾ അദ്ദേഹം ഒരുപാട് ആളുകളെയൊക്കെ പള്ളികളിൽ വിളിച്ച് അവരുടെ റിസപ്ഷനിലൊക്കെ പരിപാടി ഈ ഭക്ഷണത്തിൽ പങ്കുചേർത്തു. പക്ഷെ അദ്ദേഹം ചെയ്ത ഒരു പരിപാടിയുണ്ട്. ആ പ്രദേശത്തുള്ള ജാതി മത ഭേദമന്യേ കിടപ്പ് രോഗികളായി കിടക്കുന്നവര്, കഷ്ടപ്പെടുന്നവരുമായ എല്ലാവരുടെ വീട്ടിലും അതിന് പ്രത്യേക ഒരു സംഘത്തെ തന്നെ നിയോഗിച്ച് ഭക്ഷണം പാക്ക് ചെയ്ത് എല്ലാവരുടെ വീട്ടിലെത്തിച്ചു. അപ്പോൾ എത്തിച്ചു കൊടുക്കുകയല്ല, അതിനു മുമ്പ് തന്നെ അദ്ദേഹം വീട്ടിലെത്തിയിട്ട് പറഞ്ഞിരുന്നു, എൻ്റെ പിതാവിന്റെ പരിപാടി ഇങ്ങനെയുണ്ട്, അന്ന് ഇന്ന പരിപാടിയെല്ലാം ഇന്നിടത്ത് വെച്ച് നടക്കുന്നുണ്ട്, ഇവിടേക്കുള്ള ഭക്ഷണം ഞാൻ ഇവിടെ എത്തിച്ചു കൊള്ളാം. വളരെ പ്രസക്തമായി തോന്നിയ ഒരു സംഗതി. ഇതുപോലെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒരുപക്ഷെ ഇത്തരം എഴുത്തിൽ നിന്നാകാം ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. MD 50 വർഷം മുമ്പ് ഇതൊക്കെ പറഞ്ഞെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഇറങ്ങി പുറപ്പെടുന്നവരുടെ പിള്ളേര് തന്നെ അപ്പനെയോ അമ്മയോ ഒക്കെ ചിലപ്പോൾ കുറ്റം പറഞ്ഞു തന്നിരിക്കും. നിങ്ങളിങ്ങനെ ദൈവത്തെയും വിളിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? നമ്മുടെ സ്ഥിതി ഇതാണല്ലോ. ഇത് ദൈവം എന്താ കാണാത്തത്, ഇതെന്താണ് കേൾക്കാത്തത്? അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള ഒരു തരം കാഴ്ചപ്പാടിന്റെ അജ്ഞത കൊണ്ടും ആകാം അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്തായാലും കൊള്ളാം. ഇത് ഓരോരുത്തർക്കും ഓരോ ഡയമെൻഷനിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധിച്ചേക്കും. അതാണ് MDയുടെ ഈ കഥയുടെയും എല്ലാ കഥകളുടെയും പ്രത്യേകത. നന്മ നേരുന്നു. ഈ നല്ല ദിനത്തിൽ നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള ചില നല്ല തീരുമാനമെടുക്കാൻ ഉപകാരപ്പെടുന്ന ചിന്ത സമ്മാനിക്കുന്ന ഈ കഥ തിരഞ്ഞെടുത്തതിനും അവതരിപ്പിച്ചതിനും പ്രിയപ്പെട്ട പ്രദീപ് സാറിനെ നന്ദിയോടെ ഓർക്കുന്നു. ഇതിനുള്ള വേദിയും അവസരവും ഒരുക്കുന്ന ഈ മാറ്റിനി വെബിനാർ പ്ലാറ്റ്ഫോമിലും സാബു സാറിനും പ്രത്യേകം നന്ദി പറയുന്നു. കേട്ടിരുന്നവർക്കും നല്ല റെസ്പോൺസ് നൽകിയവർക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. നസീമ. താങ്ക് യു സർ. അപ്പൊ നല്ലൊരു കഥാകഥനം, നല്ല അവതരണ ശൈലി. അപ്പൊ സാബു സാറിനും അങ്ങനെ വേദി ഒരുക്കി കൊടുത്തതിന് നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. അപ്പൊ പല കഥാപാത്രങ്ങളും ഒരിക്കൽ കൂടി MTയുടെ തൂലിക വീണ്ടും ജീവനോടെ ചലിച്ചു എന്നൊരു പ്രതീതിയിൽ സാറിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. മാത്രല്ല അതിന്റെ സംഗ്രഹം റിവ്യൂ നൽകിയവര് എല്ലാവരും ടച്ച് ചെയ്തിട്ട് തന്നെയാണ് അതിനെക്കുറിച്ചുള്ള റിവ്യൂ പറഞ്ഞത്. അത് മനോഹരമായി. അപ്പൊ ഒരു കാലഘട്ടത്തിന്റെ ഒരു നേർചിത്രം രംഗത്ത് വീണ്ടും അവതരിപ്പിച്ച സാറിന് വീണ്ടും ഒന്നുകൂടി നമസ്കരിക്കട്ടെ. വിശ്വാസങ്ങളില് മന്ത്രങ്ങളില് ഒക്കെ അഭയം തേടിയിരുന്ന ഒരു കാലം,
അതോടൊപ്പം ദേവീകോപം, വെളിച്ചപ്പാടിൻ്റെ ആ വ്യഥ, പട്ടിണി കിടന്നവൻ്റെ വിശപ്പിൻ്റെ വിളി, പട്ടിണി കിടന്നവന് മാത്രമേ അറിയുള്ളൂ. അത് അനുഭവിച്ചവർ പറയുമ്പോൾ ഞാൻ കിടന്നിട്ടുണ്ട് സാറേ കുട്ടിക്കാലത്ത്. കാരണം വലിയ ആഭിജാത്യമുള്ള തറവാട്, അപ്പോഴും വലിയ ധാർമ്മികത നിലനിർത്തുന്ന നാട്ടിലെ വലിയവനായ ഒരു മനുഷ്യ സ്നേഹി ഉള്ളിൽ പട്ടിണിയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്കത് പറയുന്ന ഒരാൾക്കും അറിയില്ല. അപ്പോഴും കൈ നാട്ടിലൊക്കെയാണ് നീങ്ങുന്നത്. അപ്പൊ ചില സമയങ്ങളിലൊക്കെ അത് അനുഭവിച്ചിട്ടുണ്ട്. പകരം കിട്ടാതെ കുടിക്കണമെങ്കിൽ വിശപ്പ് മാറണ്ടേ, അതും അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഇപ്പോഴും അത് ടച്ചിങ് ആണ്. ഒരാള് വിശക്കുന്നു എന്ന് പറഞ്ഞാല് അപ്പൊ നാട്ടിലെ പല പ്രമാണിമാര് വീട്ടിലും പുറത്തറിയാത്തൊരു ലോകം ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ പുറത്തറിയിക്കാൻ പാടുപെടുന്ന ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു അപച്യുതിക്ക് നിത്യസാക്ഷ്യം വഹിക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടം അദ്ദേഹം നേരിൽ കണ്ടിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ഇത്ര സ്പ്രിക്കായിട്ട് അദ്ദേഹത്തിന് തൻ്റെ തൂലിക ചലിപ്പിക്കാൻ കഴിഞ്ഞതെന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. അതുപോലെ തകിടെഴുത്തും നാട്ടിലെ ആഭിചാരക്രിയകളും, കോഴിത്തല, നാടൻ കോഴിയുടെ ആദ്യത്തെ മുട്ടയിലെ മന്ത്രം ജപിക്കുക, അങ്ങനെ പലത് അന്ന് പല വിശ്വാസങ്ങളിൽ അതുണ്ടായിരുന്നു. നമ്മൾ കണ്ടിട്ടുമുണ്ട് ചുറ്റും. മന്ത്രവും പൂജയും, ശാന്തിക്കാരന് പൂജാരി, മുസ്ലിം, അങ്ങനെ പല പല കാര്യങ്ങൾ. അപ്പൊ അദ്ദേഹം ഒരു സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ആ ശൈലിയും ചിന്തയും അദ്ദേഹത്തിന്റെ ബുദ്ധിയും പ്രയോഗിച്ചെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. മാത്രമല്ല 7 പതിറ്റാണ്ട് കാലം മലയാളിയുടെ ആ ഹൃദയത്തിലേക്ക് അക്ഷരത്തിന്റെ വെളിച്ചം പകർന്ന മഹാനുഭാവന് നമുക്ക് തല താഴ്ത്താതെ നമിക്കാൻ പറ്റില്ല എന്നുള്ള സംശയമൊന്നുമില്ല. അപ്പൊ തൻ്റെ ദേശവും കാലവും ലോകത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് മിക്ക കഥാപാത്രങ്ങളും തൻ്റെ ആ ഹൃദയബന്ധം ഉൾപ്പെടുന്ന കഥാപാത്രങ്ങളാക്കിയിട്ടാണ് രംഗത്ത് കൊണ്ടുവന്നത്. എന്തോ അദ്ദേഹത്തിന് പറയാതെ പലതും പറയുന്നുണ്ട്. മിതഭാഷിയാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ കഥയില് ചിലയിടങ്ങളിൽ നമുക്ക് പറയാതെ പലതും ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നാറുണ്ട് പല കഥാപാത്രങ്ങളിലും. അപ്പൊ പകരം വയ്ക്കാൻ ഇല്ലാതെ മൺമറഞ്ഞ് കാലത്തിന് സാക്ഷ്യം വഹിച്ച ഒരു കഥാകാരന്റെ മനസ്സിന്റെ കടലാഴങ്ങൾ തൊട്ട് കഥ അവതരിപ്പിച്ചതിനും അക്ഷരങ്ങളുടെ മഹാമനുഷ്യന് അക്ഷരങ്ങൾ കൊണ്ടും കഥാവതരണത്തിലൂടെയും ഒരു സമർപ്പണം നടത്തിയ സാറിനും ഒത്തിരി നന്ദി. സാഹിത്യത്തിലും അദ്ദേഹം സത്യസന്ധത പാലിച്ചിരുന്നു എന്നത് അവർക്കറിയാം. അപ്പൊ പൊന്നാനിക്കാരനായ കൂടല്ലൂരിന്റെ കഥാകാരന് അന്ത്യപ്രണാമം ഹൃദയത്തിന്റെ ഭാഷയിൽ അവതരിപ്പിക്കുകയാണ്. കാലയവനിക്ക് പിന്നിൽ മറഞ്ഞ ആ മഹാനുഭാവന്, മലയാള സാഹിത്യത്തിന്റെ ഇതിഹാസകാരന് അന്ത്യപ്രണാമം. താങ്ക് യു സാർ. താങ്ക് യു സാബ് സാർ. പറയട്ടെ സാർ, കേൾക്കാമോ? ദാരിദ്ര്യ ദുഃഖത്തിന്റെ തീവ്രത വളരെ നന്നായി വരച്ചു കാട്ടുന്നു. നമ്മളെ കുചേലന്റെ കഥയിലും ഇതുപോലെ തന്നെയാണല്ലോ. ഇല്ലം വീണു കുത്തുമാറായതും കണ്ടാലും എന്ന് പറഞ്ഞ് കുചേലൻ അപ്പോ ഭഗവാനെ കാണാൻ യാത്രയാകുന്നതും ഇദ്ദേഹത്തിന് അതൊന്നും പറ്റുന്നില്ല. അദ്ദേഹം ആത്മാർത്ഥമായി സത്യസന്ധമായി ചെയ്തിട്ടും ദേവി കോപിച്ചു എന്ന് പറഞ്ഞാണ് ആളുകൾ അദ്ദേഹത്തെ അപമാനിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നാണ് ചോദിക്കുന്നത്. ആ നിസ്സഹായത. ഇപ്പൊ തോമസ് ആർഡിയുടെ നോവലും ഞാൻ ഓർത്തു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ചാൻസ്, ആക്സിഡൻസ്, കോയിൻസിഡൻസ്, ഹാപ്പ് ആസ് ഹി കോൾസ് ഇറ്റ്, ഡിറ്റർമിൻ ദ ഔട്ട്കം ഓഫ് ഹ്യൂമൻ എഫർട്ട്. അങ്ങനെ പലതുമാണ് ഈ ഹ്യൂമൻ എഫർട്ടിന്റെ ഇതായിട്ട് കിട്ടുന്നത്. അത് ചാൻസ് ആകാം, ആക്സിഡൻസ് ആകാം, കോയിൻസിഡൻസ് ആകാം. പക്ഷെ ചെയ്തതിന് പ്രതിഫലം നേരെ ദേവിക്ക് ഇത്രയും ആത്മാർത്ഥമായിട്ട് സേവിച്ചിട്ടും അദ്ദേഹത്തിന് കഷ്ടപ്പാടാണ് എന്നുള്ളത്. അപ്പോ തോമസ് ആർഡി ചോദിക്കുന്നുണ്ട്, ടു വാട്ട് ടോൺ ഡാലിയറ്റ് ദ ഇമ്മൻസ്. ദൈവം ഏത് ടോണിലാണ് ഡാലി ചെയ്യുന്നത് എന്ന്. അതുപോലെ ഇദ്ദേഹവും ചോദിക്കുന്നു. ഞാൻ തോമസ് ആർഡിയുടെ വാക്കുകളാണ് ഇത് കേട്ടപ്പോൾ ഓർത്തത്.
അതുപോലെ തന്നെ ദേവി എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തത് എന്നുള്ള നിസ്സഹായതയിലാണ് അദ്ദേഹം. ഇതുപോലെ ഈ അവസ്ഥയിലല്ലെങ്കിലും സത്യസന്ധരായ മനുഷ്യർക്ക് എന്നും കഷ്ടപ്പാടാണ്. അത് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ, പുറമേ കാണുന്നതൊന്നുമല്ല. ഒരുപാട് കഷ്ടപ്പാടുകൾ സത്യസന്ധരായ മനുഷ്യർ അനുഭവിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ അച്ഛൻ്റെ കാര്യം വെച്ചറിയാം. അതുപോലെ പലരും സത്യസന്ധനായി മാത്രം ജീവിച്ച അച്ഛൻ എത്രയോ വേദന അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഓർത്തു. താങ്ക് യു സർ, MDയുടെ ഈ കഥയിലൂടെ ഇതെല്ലാം ഓർക്കാൻ കഴിഞ്ഞതിന്. താങ്ക് യു മാം. താങ്ക് യു സാബു ജോർജ് സർ. മാം. താങ്ക് യു സർ. താങ്ക് യു മാം. ജോർജ് സാർ കേൾക്കാം, അൺമ്യൂട്ട് ചെയ്യും. ഷീല മാം, ബേബി സാർ. ഷീല മാം പറയും. പറയുകയാണോ? അല്ലല്ല, പറയും. എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് MD വാസുദേവൻ നായരുടെ കഥയിലൂടെ കഥാകാരൻ നമ്മുടെ പ്രദീപ് നായർ സർ MDയെ നമുക്ക് സ്മരിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗും അവർ രണ്ടുപേരുടെയും വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ. MDയുടെ കഥകൾ ഒത്തിരി വായിച്ചിട്ടുണ്ട്. പക്ഷെ വായിക്കുമ്പോൾ ഇത്രയും നമുക്ക് ടച്ചിങ് ആയിട്ട് ഉണ്ടാകാറില്ല. കാരണം പ്രദീപ് സാറിന്റെ വായന അതൊരു വല്ലാത്തൊരു ഫീലിംഗാ സാറേ ഉണ്ടാക്കിയത്. ഭയങ്കരമായ വേദന മനസ്സിനുണ്ടാകുകയും, ശരിയാണ്, ഒരു ഖനം അനുഭവിച്ചു. ഈ എല്ലാവരും നേരത്തെ പറഞ്ഞിരുന്ന എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരു ഭയങ്കര ഒരു വിങ്ങൽ അനുഭവപ്പെടുന്നുണ്ട് മനസ്സിന്. അത് സാറിന്റെ വായനയിലൂടെയാണ്. കാരണം ഒരു ലിറിക്സ് എഴുതുമ്പോഴത്തേക്ക് ആ ഒരു പിന്നെ ഫിലിം സോങ് ആണെങ്കിൽ അല്ലെങ്കിൽ ഏതോ ആയിക്കോട്ടെ, അതിന് ജീവൻ വെക്കുന്നത് അതിന്റെ മ്യൂസിക് കൊടുക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞ പോലെ കഥകൾ നമുക്ക് കിട്ടുന്നത് വായിക്കുന്നുണ്ട്, പക്ഷെ അത് അതിൻ്റെതായ ഫീലിങ്ങോട് കൂടി അതിന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ആ നീട്ടലും കുറുക്കലും അതുപോലെ തന്നെ അവരുടെ ആ സംഭാഷണ രീതികളും ഒക്കെ സാർ അതേ രീതിയിൽ അവതരിപ്പിച്ചപ്പോ നമുക്കൊരു വാഗ്മയ ചിത്രമാണ് നമ്മുടെ മുന്നിൽ കാണാൻ പറ്റിയത്. ഒരു വെളിച്ചപ്പാടിനെയും അദ്ദേഹത്തിന്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകളെയും അത് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി സാർ. ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. പിന്നെ നമ്മുടെ നിർമ്മാല്യ സിനിമ കാണുമ്പോൾ ആ സിനിമ കണ്ട് വരുമ്പോൾ പലപ്പോഴും ആ സിനിമ ഓർക്കാറുണ്ട്, പല പ്രാവശ്യം കണ്ടിട്ടുമുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ കണ്ടതുപോലെയാണ് സാറിന്റെ ഈ കഥ വായന എനിക്ക് അനുഭവപ്പെട്ടത്. വളരെ സന്തോഷം സാറേ, അങ്ങനെ ഒരു കഥ വായിക്കാൻ സാറിന് ദൈവം അങ്ങനെ ഒരു കഴിവ് തന്നതിൽ അത് ഭയങ്കര സാറിന് അഭിമാനിക്കാവുന്നതേ ഉള്ളൂ. അഭിമാനിക്കാം കേട്ടോ സാറേ. പിന്നെ ഇതിലെ കുറച്ച് വേർഡ്സ് ഞാൻ ശ്രദ്ധിച്ചു. അഭിമാനം വയറ് നിറയ്ക്കില്ല എന്ന് അദ്ദേഹം പറയുന്നത്. പിന്നെ പരദൈവങ്ങളുടെ കോമരങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ എംബ്രാന്തിരിയോടും ജന്മിയോടും കാരണം അദ്ദേഹം ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. ഈ ജന്മിയും എംബ്രാന്തിരിയും എല്ലാം ദൈവത്തോടാണ് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നത്. അവരെക്കാൾ ഉയർന്നതാണല്ലോ ദൈവം. ആ ദൈവത്തിന്റെ പ്രതിരൂപമാണ് ഈ കോമരം എന്ന് പറയുന്നത്, ആ ദേവതയായിട്ട് വരുന്നത്. അല്ലാതെ വെറുതെ വാളെടുത്തത് കൊണ്ട് മാത്രം അയാൾ വെളിച്ചപ്പാടാകുന്നതല്ല. അയാൾ ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ടാണ് നിലകൊള്ളുന്നത് ഒരു സമൂഹത്തില്. അയാള് മുൻപ് കാലത്ത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന ഈ വെളിച്ചപ്പാടിനോടായിരുന്നു ഈ ജന്മിയും എംബ്രാന്തിരിയും എല്ലാം ഭാവി അറിയുന്നതിന്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിലെ നിർദ്ദേശങ്ങൾ കേൾക്കുന്നതിന്, അല്ലെങ്കിൽ ചികിത്സകൾ എന്താണ് വേണ്ടതെന്ന് അറിയുന്നതിനൊക്കെ ചോദിച്ചിരുന്നത് ഇവരോടായിരുന്നു. അപ്പൊ അവരോട് പോലും ഈ ദൈവത്തിന്റെ പ്രതിരൂപത്തിന് അഭിമാനം പണയം വെക്കേണ്ടി വരുന്നു. അപ്പൊ ദൈവത്തിന് പോലും നമ്മുടെ മുന്നില് നിലനിൽപ്പില്ല എന്നുള്ള, ദൈവം ഇവിടെ എന്ത് പറയാനാ സാറേ. അപ്പൊ അങ്ങനെ ഒരു കഥയായിട്ടാണ് എനിക്കിത് തോന്നിയത്. അപ്പൊ ഇങ്ങനെ ഉള്ളവരെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഈ കഥയിലൂടെയും മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ദേവതയായി വരുന്നതാണ് വെളിച്ചപ്പാട്. ഒരു ദേവിയെ പ്രാർത്ഥിക്കുകയല്ല, താൻ തന്നെ ദൈവമായി മാറുന്നതായിട്ടാണ് വെളിച്ചപ്പാട് ഈ ഉറഞ്ഞു തുള്ളുമ്പോ നമുക്ക് അനുഭവപ്പെടാറുള്ളത്. പിന്നെ അതിൽ ആദ്യത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒരു ബോധമുള്ള അവസ്ഥയുണ്ട് വെളിച്ചപ്പാടിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം ബോധത്തോടു കൂടിയാണ് ഈ വേഷങ്ങളൊക്കെ കെട്ടുന്നത്. പിന്നെ അദ്ദേഹം
ഈ വാദ്യമേളങ്ങളുടെ അകമ്പടി വരുന്നതോടുകൂടി അദ്ദേഹം ഉറഞ്ഞു തുള്ളുകയും ശരീരത്തിൽ ഒരു വിറയൽ ബാധിക്കുകയും അത് കാണികളിൽ അത് ദൈവം ഇയാളുടെ ശരീരത്തിൽ പ്രവേശിച്ചു എന്നുള്ള ആ ഒരു വിചാരം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് എല്ലാവരും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് മറുപടികൾ പ്രഡിക്ഷൻസ് എന്നുള്ള രീതിയിൽ ഈശ്വരൻ പറയുന്നു എന്നുള്ള രീതിയിൽ അത് നേടിയെടുക്കാറുള്ളത്. അപ്പോ ഇങ്ങനെയൊക്കെ കാലത്തെ മുന്നിലേക്കും പിന്നിലേക്കും ഒക്കെ കാണാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് കോമരം മാറുകയാണ്. അവരില് ഈശ്വര ചൈതന്യം വരികയും കണ്ണുകളിൽ ഒരു നിമിഷത്തേക്കെങ്കിലും ഈശ്വരനായി മാറുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ പലപ്പോഴും നമ്മൾ ഈ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളുന്ന സമയത്ത് കണ്ടു നിന്നാൽ അനുഭവപ്പെടാറുണ്ട്. എന്നിരുന്നാലും ഈ വെളിച്ചപ്പാടിനും സാധാരണ മനുഷ്യനെ പോലെ തന്നെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ട് എന്ന് ഈ കഥയിലൂടെ MG പറയുകയാണ്. അതായത് ദൈവവും സാധാരണ മനുഷ്യൻ നമ്മൾ തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞു വെക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോ ഈ കഥ പറഞ്ഞതിലൂടെ സാറ് ഞങ്ങളെ എല്ലാവരെയും 2025 ഈ 24 അവസാന ദിവസത്തില് ഞങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് തന്നിട്ടാണ് സാറ് ഞങ്ങളെ ഈ പുതുവർഷത്തിലേക്ക് വിടുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഈ കഥ എന്ത് പറഞ്ഞാലും വളരെ ഒരു ഈ സന്ദർഭത്തിന് യോജിച്ചത് തന്നെയായിരുന്നു. വളരെ സന്തോഷം സാറേ ഇങ്ങനെ ഒരു കഥ കൊണ്ടുവന്നതിന്. ഇനിയും ഇത്തരം കഥകൾ കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. താങ്ക് യു. തീർച്ചയായിട്ടും താങ്ക് യു. പ്രദീപ് സാറിന്റെ അല്ലെങ്കിൽ MTയുടെ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തെയും മനുഷ്യനെയൊക്കെ നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അതിൻ്റെ അകത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്തെല്ലാം ഉണ്ടാക്കുന്നത്. എനിവേ പുതുവർഷത്തിൽ നമുക്ക് മാറി ചിന്തിക്കാം. ഇനി 2024 വിടവാങ്ങൽ സമയമാണ്. വിടവാങ്ങുന്നത് വളരെ അർത്ഥഗർഭമായി ഇവിടെ കഥയിലൂടെ ആവിഷ്കരിച്ച പ്രദീപ് സാറിനെ ഒരിക്കൽ കൂടി ഞാൻ ക്ഷണിക്കുകയാണ്. 2024 വിടവാങ്ങുവാനും പുതിയൊരു വർഷത്തേക്ക് അതിന് സ്വാഗതം വരുവാനും പ്രദീപ് സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് ഈ ഒരു സെഷൻ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ ഒരു നന്ദി ഞാൻ അവതരിപ്പിക്കുകയാണ്. ഞാൻ ആ കഥ പല പ്രാവശ്യം വായിച്ചതാണ്. ഇവിടെ പ്രസന്റ് ചെയ്യേണ്ടത് കൊണ്ട് 1-2 പ്രാവശ്യം കൂടെ വായിച്ചു നോക്കി. അപ്പം ഞാൻ തന്നെ ഈ വെളിച്ചപ്പാടിൻ്റെ ഒരു ക്യാരക്ടറൈസേഷനിലേക്ക് കിടക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് എനിക്കതിന് അദ്ദേഹത്തിൻ്റെ ക്ഷീണവും അദ്ദേഹത്തിൻ്റെ വിയർപ്പും ഒക്കെ എനിക്കും ഭാഗ്യമായിട്ട് ഫീൽ ചെയ്യാൻ സാധിച്ചത്. പക്ഷെ അത് അങ്ങനെ തന്നെ നമ്മൾ പറയുമ്പോഴാണല്ലോ അത് കേൾക്കുന്നവരിൽ അതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാവുക. ഏതായാലും എല്ലാവരുടെയും നല്ല വാക്കുകൾക്ക് നന്ദി. 2024 കഴിഞ്ഞ് 25 ശരിക്കും പറഞ്ഞാല് നേരത്തെ പറഞ്ഞതുപോലെ നമ്മള് ഇതൊരു കലണ്ടറിന്റെ ഒരു ദിവസം മാറുന്നതേ ഉള്ളൂ. ഒരു ചൊവ്വയിൽ നിന്ന് ഒരു ബുധനിലേക്ക് ഉള്ള ഒരു നടന്ന് പോകുന്നത് മാത്രമേ ഉള്ളൂ. മറ്റു രീതിയിൽ പ്രകൃതിയിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. 24, 25 നമ്മൾ എത്തിച്ചിരിക്കുന്ന 24, 25 അപ്പൊ ശരിക്കും അടുത്തൊരു ദിവസം നാളെയും ഇതേപോലെ തന്നെ സൂര്യൻ ഉദിക്കും. ഇതേ രീതിയിലുള്ള മേഘങ്ങൾ ആകാശത്തുണ്ടാവും. ഇതുപോലെ തന്നെ ചന്ദ്രന് അതിൻ്റെതായ ഭാവവ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകും. നക്ഷത്രങ്ങളും ഉണ്ടാവും. നമുക്കും വിശപ്പും ദാഹവും നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിചാര ഭാവങ്ങളും നമ്മൾ നാളെയും ഇതേ തുടരും. നമ്മൾ പിന്നെ 1-ാം തീയതിയാണ് എന്ന് വിചാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പലപ്പോഴും ഈ 1-ാം തീയതിക്കുള്ള ഒരു പ്രത്യേകത ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കിട്ടുന്നു എന്നുള്ളൊരു വലിയൊരു താല്പര്യമുള്ളൊരു ദിവസമാണ് പലർക്കും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെതായ, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ വയസ്സിന്റെ കാര്യം നോക്കുമ്പോൾ ഓരോ വർഷം കൂടെ കടന്നു പോവാണ്. നമ്മൾ കുറച്ചുകൂടെ ജീവിതത്തിലെ കുറച്ചുകൂടെ പക്വതയുള്ളവരായി മാറുന്നു, കുറച്ചുകൂടെ അനുഭവസ്ഥരായി മാറുന്നു, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, കുറച്ചുകൂടെ സമയത്തോടുകൂടി കാര്യങ്ങളെ കണ്ട് ചെയ്യാൻ പഠിക്കുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ കഥയിൽ നിന്ന് ഇപ്പം തന്നെ നമ്മൾ പലരും സൂചിപ്പിച്ച പോലെ നമ്മുടെ ചുറ്റും വേദന അനുഭവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം, അത് പെർമനൻ്റായ സന്തോഷങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ ഭാഗികമായിട്ടെങ്കിലും ഒരു നേരത്തെ ആഹാരമെങ്കിലും ഒരു പുഞ്ചിരിയെങ്കിലും പുലർത്തുവാനുള്ള ഒരു അവസരം നമുക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ
അതായിരിക്കും 2025 നമ്മുടെ ഒരു മോട്ടീവ് ആകേണ്ടതെന്ന് പലപ്പോഴും എനിക്ക് 2025 ഇപ്പോഴും മോട്ടീവാണ്. ഞാൻ 2025 ഈ ഒരു ഇന്നത്തെ 2024 അവസാനത്തെ ദിവസം വീണ്ടും അതായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനസ്സിൽ ഉറച്ച് വരുന്ന ഒരു വിശ്വാസം. ഈ ചങ്ങമ്പുഴ പറയുന്ന പോലെ അടുത്തിരിക്കുന്ന ഒരു അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവരുടെ കാര്യത്തിൽ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നതിനകത്ത് കാര്യമില്ല. നമ്മളെപ്പോലെ തന്നെ വേദന അനുഭവിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റും ധാരാളം ഉണ്ട്. അത് ശാരീരികമായിരിക്കാം, മാനസികമായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, ഏതെങ്കിലും രീതിയിലൊക്കെ. അപ്പൊ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ധന്യമായ നിമിഷം അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതിന് ബോധപൂർവം ശ്രമിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക ഒക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും 2025 നമ്മുടെ ഒരു അതായിരിക്കട്ടെ നമ്മുടെ 2025 നമ്മുടെ ഒരു ഉദ്ദേശ ലക്ഷ്യം. അതിനുവേണ്ടി കുറച്ച് സമയമെങ്കിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ, ഒരു മാസം, ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു ദിവസം അരമണിക്കൂറോ കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ. ഇപ്പം ഇതിൽ ജോഷ് സാറാണെന്ന് പറഞ്ഞത് ഈ നിർധന അല്ലെങ്കിൽ ഈ കിടപ്പ് രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യം. എൻ്റെ ഒരു സുഹൃത്ത് അതും കൂടെ പറഞ്ഞു, കോട്ടയത്തുള്ളതാണ്, ഒരു ബാങ്കിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്ത, എന്നെക്കാളും ജൂനിയറാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണ ദിവസത്തിന്റെ ഓർമ്മയ്ക്ക് അദ്ദേഹം ഒരിക്കലും വീട്ടില് സെലിബ്രേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം ചെയ്യുന്നത് ചില ഒരു 10ഓ 100ഓ ഭക്ഷണപ്പതി ഉണ്ടാക്കും. എന്നിട്ട് രാവിലെ കോട്ടയം നഗരത്തിലൂടെ, രാവിലെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-15 മണിയാകുമ്പോൾ കോട്ടയം ടൗണിൽ കൂടെ അദ്ദേഹം ഒരു ഫ്രണ്ടും കൂടെ ഒരു സ്കൂട്ടറിൽ ഇതിങ്ങനെ കൊണ്ടു നടക്കും. എന്നിട്ട് ഈ മരിച്ചോട്ടിലിരിക്കുന്നവർക്കും ഭക്ഷണം ഇല്ലാതെ അലയുന്നെന്ന് തോന്നുന്ന ആൾക്കാർ, ഹോസ്പിറ്റലിന് മുമ്പിലുള്ള ആൾക്കാർ, ഇങ്ങനെ ഇവർക്കറിയാം എവിടൊക്കെയാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ആൾക്കാരെ കാണുന്നത്, അവിടെയൊക്കെ കൊണ്ട് അവർക്കെല്ലാം ഭക്ഷണപ്പൊതി കൊടുക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് ധന്യമാവും. ഞാൻ കണ്ണൂർ, എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു പിക്ചർ, കണ്ണൂർ, ഞാൻ HDFC ബാങ്കിലായിരുന്നു അവസാനം. അപ്പം ബാങ്കിന്റെ മുമ്പിൽ, ആ ബാങ്കിന്റെ ബ്രാഞ്ചിന്റെ മുമ്പിൽ ഒരു 4 കൂടിയ വഴിയാണ്. ആ വഴിയുടെ ഒരു ഫുട്പാത്ത് ഉണ്ട് നല്ല രീതിയിൽ. ഞാൻ ഈ അടുത്ത ദിവസം പോയപ്പോൾ ആ ഫുട്പാത്ത് കണ്ടിട്ടുണ്ട്. അവിടെ ഒരു കസേരയിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്, സൈഡിൽ ഒരു ബോക്സിനകത്ത് എന്തോ ഇരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, എന്താ ഇങ്ങനെ ഈ ഫുട്പാത്തിൽ വന്ന് കസേരയൊക്കെ ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം അവിടുത്തെ ഫ്രണ്ട് പറഞ്ഞായിരുന്നു വെച്ചാൽ, ഇദ്ദേഹം വീട്ടിൽ നിന്ന് കുറേ ഭക്ഷണപ്പൊതി കൊണ്ടുവരും, ഉച്ചയ്ക്ക് അവിടെ വന്നിരിക്കും, എന്നിട്ട് അതുവഴി നടന്നു ആർക്കെങ്കിലും ഭക്ഷണം വേണമെങ്കിൽ ഇങ്ങനെ നിന്ന് മേടിച്ചോണ്ട് പോകാം, പൈസ ഒന്നുമില്ല, കൊടുക്കാം. അപ്പോൾ ധാരാളം പേര് ഈ ഭക്ഷണപ്പൊതിയും കൊണ്ട് അങ്ങേർക്ക് കൊടുത്തു തുടങ്ങിയപ്പം. അപ്പൊ ഈ ഭക്ഷണപ്പൊതികളെല്ലാം കൂടെ അദ്ദേഹം കൊണ്ടുവന്നതും മറ്റുള്ളവർ കൊണ്ടുവന്നതും എല്ലാം കൂടെ അവിടെ നിന്ന് വിതരണം ചെയ്യണം. ഇതുപോലെ നമുക്ക് ചുറ്റും പട്ടിണി കിടക്കുന്ന ആൾക്കാർ, ഈ പറഞ്ഞ പോലെ നേരത്തെ തന്നെ ഒരു മാഡം പറഞ്ഞു, നമ്മുടെ ഈ ഫാമിലിയുടെ ചില സ്റ്റാറ്റസ് കൊണ്ട് നമുക്ക് പുറത്തു പറയാനാവുന്നില്ല. നമ്മുടെ പട്ടിണിയുടെ കാര്യത്തിൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടോ പുറത്തു പറയാൻ പറ്റുന്നില്ലെങ്കിലും അത് നമ്മൾ അറിഞ്ഞ് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് ഓരോരുത്തർക്കും ആലോചിക്കുക. ചെയ്യുന്നത് മറ്റു രീതിയിൽ ഇല്ലെങ്കിലും ഓരോരുത്തർക്കും ആലോചിക്കുക. അതിൽ സാവു സാറ് പല 1-2 പേരെ എനിക്ക് ചൂണ്ടിക്കാണിക്കുകയും, ഞാൻ ഇപ്പം നോക്കിയപ്പം എനിക്ക് അതിനകത്ത് ഒരാളുടെ ഒരു മെസ്സേജ് വന്നു, 2024 ഞാൻ പരിചയപ്പെട്ടതിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള, ഏറ്റവും ആദരവുള്ള ഒരു സുഹൃത്തിനെയും സാറിന്റെ വൈഫും ആണെന്ന് പറഞ്ഞ് ഇപ്പം നമ്മൾ ഇതിനിടയ്ക്ക് ഞാനൊരു മെസ്സേജ് വായിച്ചോളൂ. ഇപ്പൊ എന്ന് പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഒരു നിമിഷമെങ്കിലും നമുക്കൊരു സന്തോഷം പുലർത്താൻ സാധിക്കുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക, ഇത്രയും കാര്യങ്ങളാണ് 2025 നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ ജീവിതം ഏറെ ധന്യമാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ സമൂഹത്തിനെ ഉയർത്താനുള്ള, കൈപിടിച്ച് ഉയർത്താനുള്ള ഒരു പടിയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടാകട്ടെ. അതിനുള്ളൊരു അവസരം ദൈവം തരട്ടെ, അതിനുള്ളൊരു അവസരം നമ്മുടെ ജഗദീശ്വരൻ തരട്ടെ. അതായിരിക്കട്ടെ 2025 നമുക്കുള്ള നമ്മുടെ മുമ്പിലുള്ള ഒരു ദൗത്യം എന്ന് എൻ്റെ ഒരു വിനീതമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു. വളരെ സന്തോഷം. തീർച്ചയായിട്ടും സാറിൻ്റെ ഈ വലിയ നന്മയ്ക്ക് മുമ്പിൽ നമ്മളും അണിചേരും. തീർച്ചയായിട്ടും അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. വ്യക്തിപരമായിട്ടും ഒറ്റ അഭിപ്രായമുള്ളൂ. ഇപ്പം ഞാൻ പ്രദീപ് സാറിനോട് പറഞ്ഞൊരു കേസൊക്കെ സാർ പോയി അന്വേഷിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടെയാണ് അതിൻ്റെ ആ പ്രത്യേകത. നമ്മൾ അനേകം പേർക്ക് പണമൊക്കെ കൊടുക്കാറുണ്ട് സഹായിക്കും എന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ നേരിട്ട് പോയി ഒരു സഹായം ഒരാൾക്ക് കൊടുക്കുന്നതിലധികം ഗുണകരമല്ല മറ്റാരുടെയെങ്കിലും ഒക്കെ കെയർ ഓഫിൽ കൊടുക്കുന്നത്. നമുക്ക് നേരിട്ട് കൊടുക്കാം. നമ്മുടെ ചുറ്റും അനേകരുണ്ട്, അവർക്കെല്ലാം നേരിട്ട് കൊണ്ടുപോയി ഈ പറഞ്ഞ പോലെ അവരുടെ കണ്ണിൽ നോക്കി അവരുടെ
ഒരു സ്വാതന്ത്ര്യമായൊക്കെ കൊടുക്കാൻ പറ്റുന്നതൊക്കെ തീർച്ചയായിട്ടും നല്ലതാണ്. അങ്ങനെ ഒത്തിരി പേര് ഇവിടെ ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാവർക്കും 24-ൻ്റെ വലിയൊരു ആശംസയും അനുഗ്രഹവും ഒക്കെ നേർന്നുകൊണ്ട് 25-ലേക്ക് നമുക്ക് മാറാം. പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിന് ഭയങ്കര പവറാണ്. 24, 25 തമ്മിൽ മനസ്സിന്, അല്ലെങ്കിൽ ഒരു ദിവസം 1-ാം തീയതി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ പവർ ഭയങ്കരമാണ്. എത്ര വേണമെങ്കിലും അതിനെ ഉയർത്താൻ പറ്റും അല്ലേ? ഒരു പൈസ പോലും മുടക്കാതെ മനസ്സിന്റെ പവർ ഉയർത്താം എന്നുള്ളതാണ്. ഇത് മനുഷ്യന് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ ആ മനഃശക്തിയാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് 25-ൽ. അപ്പോൾ പ്രദീപ് സാറിനും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് പുതുവർഷത്തെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് 2024-ന് വിട കൊടുക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. നാളത്തെ ദിവസം നമ്മുടെ ഒരു പുതിയ ടോപ്പിക്കാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ ഒരു ടോപ്പിക്ക് നമ്മൾ അതിനുശേഷം നമുക്ക് അതിന്റെ ഒരു സെഷൻ കാണും. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു. താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി 2025 എല്ലാ പുതിയ ആശംസകളും നേർന്നുകൊണ്ട് ഗുഡ് നൈറ്റ്.